ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത മകലയുമായിരുന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ മടങ്ങിവരവിന് മുൻപ് വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ രക്ഷകന്റെ പാദപീഠത്തിൽ വരുവാനും ദൈവത്തെ പാടി സ്തുതിപ്പാനും സ്വർഗം ഇങ്ങനൊരു അവസരം നൽകിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ കാലത്തെ പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിൻ്റെയും ഫലമായി ഈ കോളേജ് ഗ്രൗണ്ടിൽ വിശ്വസ്തനായ ദൈവം നമുക്കിങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചു തന്നല്ലോ. തുടർന്നും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാനും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ ഉണർത്തിക്കൊണ്ടിരിക്കേണ്ടതിനും കർത്തൃസന്നിധിയിലാഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. സംഭവബഹുലമായൊരു വർഷക്കാലം നമ്മെ വിട്ട് കടന്നുപോയി. പുതുവർഷത്തിൻ്റെ ആരംഭ നാളുകളിൽ സന്തോഷത്തോടെ നാം നമ്മുടെ കാലടികൾ മുൻപോട്ട് വച്ചിരിക്കുന്നു. എന്നാൽ ഈ വർഷത്തിൻ്റെ മധ്യഘട്ടം എങ്ങനെയായിരിക്കും, ഈ വർഷത്തിൻ്റെ അവസാന നാളുകൾ എങ്ങനെയായിരിക്കുമെന്നുള്ളത് നമുക്കൊരിക്കലും മുൻകൂട്ടി കണ്ടെത്തുവാൻ കഴിയുന്നില്ല. എങ്കിലൊരു വലിയ സത്യം നമുക്കറിയാം. 2012 അരിഷ്ടതയും ദുഃഖങ്ങളും വേദനകളും പ്രതിസന്ധികളും നിറഞ്ഞതായിരിക്കും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഈ പുതുവർഷം എന്നുള്ള നഗ്നസത്യം നാം മറന്നു കളയരുത്. പൂർവകാല പിതാക്കന്മാരായ പ്രവാചകന്മാർ പ്രവചിച്ച് പറഞ്ഞിട്ടുള്ളതും നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ തിരുവായി മൊഴിഞ്ഞ് തന്റെ ശിക്ഷണങ്ങളെ ഉണർത്തിയിട്ടുള്ളതും മശിഹായെ അനുഗമിച്ച സ്ലീഹന്മാർ തങ്ങളുടെ ലേഖനങ്ങളിലും പ്രബോധനങ്ങളിലും നമ്മെ അറിയിച്ചിട്ടുള്ളതുമായ പ്രവചനങ്ങളുടെ സത്യങ്ങൾ ഇന്ന് ലോകത്തിൽ നിറവേറി ലോക ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടുമ്പോൾ കുഞ്ഞാടിന്റെ പരിശുദ്ധ നടത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ഒരു വലിയ സത്യം നാം അറിഞ്ഞുകൊള്ളണമേ. നമ്മുടെ മശിഹായുടെ മടങ്ങിവരവിന്റെ കാലം ഏറ്റവും അധികം അടുത്തുപോയി. ആകയാൽ ഇതൊക്കെയും കാണുമ്പോൾ നിങ്ങൾ തലകൾ ഉയർത്തി നിങ്ങളുടെ വീണ്ടെടുപ്പിന്റെ നാൾ അടുത്തു എന്നറിഞ്ഞ് നിങ്ങൾ ഉണർന്നിരിപ്പാൻ നമ്മുടെ മശിഹ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ആകയാൽ ദൈവം നമുക്ക് തരുന്ന ഏതൊരു സമയവും കാഹളം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഓരോ നിമിഷങ്ങളെയും മുൻപോട്ട് വയ്ക്കുവാൻ. അതിന് കൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ മീറ്റിംഗിന്റെ പ്രാരംഭ നിമിഷം തുടങ്ങി ഇതുവരെയും ദൈവത്തിന്റെ സാന്നിധ്യം നാം പല നിലവാരത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ടേയിരുന്നു. കർത്താവിന്റെ സന്നിധിയിൽ വന്നു അവനെ പാടി സ്തുതിച്ചു. അതിലുപരി കർത്താവായ യേശു ജീവിതത്തിൽ നൽകിയ ആ നിത്യരക്ഷയും അനന്തര അനുഗ്രഹവും പ്രാപിച്ച പ്രിയ സഹോദരന്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നാം കേട്ടുകൊണ്ടേയിരുന്നു. തുടർന്നും കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. കർത്താവായ യേശു ലോകത്തിലായിരിക്കുമ്പോൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എന്റെ നാമത്തിൽ 2-3 പേർ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാൻ കടന്നുവരാം. വാഗ്ദത്തം ചെയ്ത ദൈവം, ഉയർത്തുവന്ന മശിഹ തന്റെ മഹത്വത്തോടെ നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നത് ഓർത്ത് നമുക്ക് കൃപാലുവായ ദൈവത്തെ സ്തുതിക്കാം. തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ പഴയ നിയമ ഭക്തന്മാരിൽ ഒരുവനും ഇസ്രായേലിലെ പ്രശസ്ത രാജാക്കന്മാരിൽ ഒരുവനുമായ ദാവീദ് ഒരു ദിവസം പ്രാന്തനെ പോലെ തുള്ളിയെന്ന് ബൈബിളിൽ എടുത്തെഴുതിയിട്ടുണ്ട്. അത് ശമൂവേൽ തന്റെ തലയിൽ ആ അഭിഷേക തൈലം ഒഴിച്ച് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് നീ ഇസ്രായേലിന് രാജാവായി തീരുമെന്ന് പറയുന്ന ദിനമല്ല. അവന്റെ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ എതിരിട്ട് വന്ന കരടിയെയും സിംഹത്തെയും കീറിക്കളയുന്ന നാളല്ല. അവന്റെ പ്രാണനെ വേട്ടയാടുവാൻ അവനെ പിൻഗമിച്ച് നിത്യം അവന് ശത്രുവായ ശൗൽ വീണു എന്ന കേട്ട ദിനമല്ല. അവൻ ഒരു പ്രാന്തനെ പോലെ തുള്ളിയ ദിനം യഹോവയുടെ പെട്ടകം യെരൂശലേമിൽ കൊണ്ടുവന്ന ദിനമാണ്. യഹോവയുടെ പെട്ടകം യെരൂശലേമിലേക്ക് വരുമ്പോൾ തന്റെ നിലയും നിലവാരവും മറന്ന് യഹൂദനായവൻ ദൈവത്തെ പാടി സ്തുതിച്ചു. മഹിമയുടെ രാജാവ്, മഹത്വത്തിന്റെ രാജാവായവൻ ഇന്ന് രാത്രി സിയോനിൽ നിന്ന് നമ്മെ അനുഗ്രഹിപ്പാൻ തന്റെ അനുഗ്രഹത്തിന്റെ പെട്ടവുമായി മഹിമയുടെ രാജാവായി നമ്മുടെ മധ്യ എഴുന്നള്ളിട്ടുണ്ട്. അവൻ നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കും. അത് വിശ്വസിക്കുന്നവർ ശക്തിയോടെ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ.
ആകയാൽ തുടർന്നും കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ എന്ന് അപേക്ഷിക്കുക. അല്പസമയത്തെ ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ദൈവ വചനത്തിലേക്ക് കൊണ്ടുവരാം. നഹൂം പ്രവാചകന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമെന്ന് വായിച്ചാട്ട്. നഹൂം 1:13. ഇപ്പോഴോ ഞാൻ അവന്റെ നുകം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിച്ചു കേട്ട വേദഭാഗത്തെക്കുറിച്ചും അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നാം ചിന്തിച്ചാൽ ക്രൈസ്തവ ലോകത്തിന് സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. ഏതാണ്ട് 2600ഓളം വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ട ഒരുവനായിരുന്നു നഹൂം എന്ന പ്രവാചകൻ. ആ കാലഘട്ടത്തിലെ ലോകത്തിലെ പ്രശസ്തമായ ആശൂർ എന്ന രാജ്യത്തിലെ അതിന്റെ തലസ്ഥാന നഗരമായ നിനവയെ നോക്കിക്കൊണ്ടാണ് പ്രവാചകൻ ഈ പ്രവചന വാക്കുകൾ പറയുന്നത്. ഈ പ്രവാചകന്റെ പ്രവചനത്തിന് ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപെയാണ് ഭക്തനായ യോനായെ ദൈവം ഈ രാജ്യത്തേക്ക് അയച്ചത്. യോനായുടെ പ്രസംഗം കേട്ട് ആ ദേശത്തുള്ള ജനം രക്ഷിക്കപ്പെട്ട് നീതിയുടെ മാർഗത്തിൽ വന്നുവെങ്കിലും പിൽക്കാലത്ത് അവർ ദൈവഹിതത്തെ വിട്ടെറിഞ്ഞ് ജാതികളുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് ദൈവത്തിന്റെ ക്രോധം ആ ദേശത്തിന് നേരെ വരുന്നത് കണ്ടിട്ട് ഇതാ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവാചകനിൽ കൂടെ ദേശത്തോട് സംസാരിക്കുക. വായിച്ചു കേട്ട വേദഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ പ്രവാചകൻ പറയുന്നു, അന്നാളിൽ നിന്റെ തോളിൽ നിന്ന് അവന്റെ നുകം ഞാൻ അഴിച്ചു മാറ്റും, നിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകും. ഒന്നുകൂടെ ആ വേദഭാഗം എടുത്തു വായിച്ചാൽ, ഇപ്പോഴോ ഞാൻ അവന്റെ നുകം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയുകയും ചെയ്യും. ഇപ്പോഴോ ഞാൻ അവന്റെ നുകം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയുകയും. നിന്റെ നുകം ഒടിച്ച് നിന്റെ ബന്ധനങ്ങളെ അറുത്ത് നിന്നെ നിവരെ നിർത്തുമെന്ന് പ്രവാചകൻ മുഖാന്തരം നിനവേ നിവാസികളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ നുകക്കയറുകളെ തകർത്ത് നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ച് നമ്മെ സ്വതന്ത്രരാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുക. തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ ഈ വായിച്ചു കേട്ട പ്രവാചകന്റെ വാക്ക് കേവലം ആ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, മശിഹാ തമ്പുരാൻ തന്റെ പരിശുദ്ധ നടത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ അനന്ത നിത്യതയ്ക്ക് അവകാശിയാക്കി അല്ലെങ്കിൽ നിത്യതയിൽ ചേർക്കുവോളം ഈ വചനങ്ങൾ മാനവരാശിയോട് സംസാരിക്കുക. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ആഗതരായിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ നുകക്കയറുകളെ അഴിച്ച് നമ്മുടെ നുകത്തെ തകർത്ത് നമ്മെ സ്വതന്ത്രനാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ജീവിതത്തിലെ അസംഖ്യം ദുഃഖങ്ങളോടെ, മാനസിക സംഘർഷാവസ്ഥയോടെ, തകർന്നുടഞ്ഞ ഹൃദയത്തോടെ, ഭയത്തിന്റെ ആത്മാവിന് അടിമപ്പെട്ട നിരാശയുടെ ദാസനായി സംശയ വിചാരങ്ങളോടെ നീ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് പറയുകയാണ്, നിന്റെ നുകക്കയറുകളെ തകർത്ത് നിന്റെ ബന്ധനങ്ങളെ അഴിച്ച് നിന്നെ നിവരെ നിർത്തുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ അനുവാദമുള്ള ഒരുവനുണ്ട്. അത് നമ്മുടെ മശിഹാ തമ്പുരാനാണ്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ ഉണർത്തി നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ വേദഭാഗത്തെ കുറിച്ച് നാം ആഴമായി ചിന്തിക്കുമ്പോൾ അവിടെ പ്രവാചകൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നുകം എന്നൊരു വാക്കാണ്. അത് ലാറ്റിൻ വാക്കിൽ യോക്ക് എന്നൊരു വാക്കാണ്. ഇംഗ്ലീഷുകാർ പിൽക്കാലത്ത് ആ വാക്ക് ഇംഗ്ലീഷിലേക്ക് ചേർത്തു. 2 മൃഗങ്ങളെ ഉപയോഗിച്ച് അവയുടെ ബലം ഉപകരിച്ച് നിലം ഉഴുതേണ്ടതിനും ഭാരമുള്ള വലിയ വണ്ടികൾ വലിച്ചു നീക്കേണ്ടതിനും അവയെ ഏകീകരിക്കേണ്ടതിന് പുരാതന കാലം തുടങ്ങി കർഷകർ അല്ലെങ്കിൽ മനുഷ്യർ ഇങ്ങനെ ഒരു നുകം ഉപയോഗിച്ചിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നുകത്തിന്റെ കീഴിൽ ഒരു മൃഗമായിരിക്കുന്നിടത്തോളം കാലം, 1 അവൻ സ്വതന്ത്രനല്ല, 2 അവന് തല ഉയർത്താൻ സാധ്യമല്ല, 3 അവന്റെ അനർത്ഥത്തിനെതിരായി പ്രതികരിക്കാൻ സാധ്യമല്ല.
എല്ലാ കാലത്തും തലകുനിച്ച്, എല്ലാ കാലത്തും അടിമപ്പെട്ട്, എല്ലാ കാലത്തും അവൻ ഭാരം ചുമക്കണം. കാര്യം അവനെ കീഴടക്കി, അവനെ അടിമപ്പെടുത്തി, അവന്റെ യജമാനൻ അവന്റെ ബലം ഉപയോഗിക്കേണ്ടതിന് അവന്റെ കഴുത്തിൽ വലിച്ചു മുറുക്കി അവനെ ഹീനപ്പെടുത്തുന്ന ശക്തിയാണ് ഈ നുകത്തിന്റെ ശക്തി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വാതന്ത്ര്യം ഒരു വലിയ വിഷയമാണ്. ജീവത്തുടിപ്പുള്ള ഏതൊന്നിനും സ്വാതന്ത്ര്യം ആവശ്യമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തിലേക്ക് നാം കണ്ണോടിച്ചു നോക്കുവിൻ. അടുത്ത കാലത്ത് ആഫ്രിക്കൻ നാടുകളിലും പേർഷ്യൻ നാടുകളിലും സ്വാതന്ത്ര്യത്തിന്റെ ആർപ്പുവിളിയുടെ മുൻപിൽ, ജനാധിപത്യത്തിന്റെ ആർപ്പുവിളിയുടെ മുൻപിൽ രാജാക്കന്മാരുടെ സിംഹാസനങ്ങൾ തെറിച്ചുപോയി. ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ച, സ്വന്തം രാജ്യം സ്വന്തം കുടുംബം പോലെ വാണിരുന്ന ഗദാഫിയെ ഒരു തെരുവ് നായെ പോലെ ദേശവാസികൾ തല്ലിക്കൊല്ലുന്ന ഭാഗം നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടില്ലേ? രഹസ്യം ജനത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജന്മദേശമായ ഭാരതത്തെ കുറിച്ച് പഠിച്ചാൽ, ഈ ഭാരതം ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ അടിമയായി. ഉപായത്തോടെ ഭാരതത്തിൽ കപ്പലിറങ്ങിയ ബ്രിട്ടീഷുകാർ ദീർഘമായ 200 വർഷമാണ് ഈ ഇന്ത്യ ഭരിച്ചത്. ആ ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിൽ നിന്ന് രക്ഷ നേടേണ്ടതിന് ആയിരക്കണക്കിന് ദേശനിവാസികൾ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് രാജ്യസ്നേഹികൾ തങ്ങളുടെ നെഞ്ചും നെറ്റിയും കൊടുത്ത് അവർ ആർത്തു വിളിച്ച് കഠിനാധ്വാനം ചെയ്താണ് നമ്മുടെ രാജ്യത്തിൽ ഈ സ്വാതന്ത്ര്യം കിട്ടിയത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വാതന്ത്ര്യം ഒരു വലിയ വിഷയമാണ്. ജീവനുള്ള എല്ലാറ്റിനും അത് ആഗ്രഹമുണ്ട്. ജയിലറയിൽ അടയ്ക്കപ്പെടുന്ന കുറ്റവാളി, കൂട്ടിൽ അടയ്ക്കപ്പെടുന്ന മൃഗജാലങ്ങൾ എല്ലാം എപ്പോഴും അതിന്റെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കും. ജീവനുള്ളതും ചലനശേഷിയുള്ളതുമായ ഏതൊന്നിനും സ്വാതന്ത്ര്യം ആവശ്യമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകാശപ്പറവകളെ നോക്കിക്കാൻ, അവയ്ക്ക് എന്ത് നൽകിയാലും അവയുടെ സ്വാതന്ത്ര്യം ബ്രേക്കിട്ടാൽ എല്ലാ കാലത്തും അത് വേദനപ്പെടും. ഏറിയ നാളുകൾക്ക് മുൻപ് ഞാനൊരു ചെറിയ ബൈബിൾ ട്രാക്റ്റില് ഒരു തേൻകുരുവിയുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷി നിരീക്ഷകനായ മനുഷ്യൻ താനിങ്ങനെ അനവധി പക്ഷികളെ കുറിച്ച് ഇങ്ങനെ പഠിച്ച് അവയെക്കുറിച്ച് എഴുതി മറ്റുള്ളവർക്ക് അത് ബുക്കുകളാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ യാദൃശ്യമായി തന്റെ മനോഹരമായ തോട്ടത്തില് നിന്നൊരു ചെറിയ കുരുവിയെ കിട്ടി. ഒരു ചെറിയ തേൻകുരുവിയുടെ കുഞ്ഞ്. തനിക്ക് ആ കുഞ്ഞിനെ കിട്ടിയുടനെ വളരെ സന്തോഷത്തോടെ താൻ അതിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. തന്റെ വീടിന്റെ കവാടത്തിങ്കൽ തന്നെ മനോഹരമായൊരു കൂട്ടിനെ ഉള്ളിൽ അതിനാക്കി. പിന്നെ താൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. ഇതിന്റെ ഭക്ഷണ രീതി എന്താണ്, ഇതിനെന്തു ഭക്ഷണം കൊടുക്കും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ഒരു തള്ളക്കിളി കിടന്ന് അലക്കുകയാണ്. ഇദ്ദേഹം ഡോറ് തുറന്നിറങ്ങി ചെല്ലുമ്പോൾ ഈ കുഞ്ഞിനെ രക്ഷിക്കുവാൻ ഒരു തള്ളപ്പക്ഷി കൂടിനു ചുറ്റും പറക്കുകയാണ്. അവ ബലമുള്ള കമ്പി തന്നാൽ ആവോളം അകറ്റി തന്റെ കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരാൻ നോക്കി. സാധ്യമല്ലെന്ന് കണ്ടു. അത് ദുഃഖത്തോടെ പറന്നുപോയി. അല്പം കഴിഞ്ഞുടനെ ആ തള്ളപ്പക്ഷി പറന്നു വന്നു. അതിന്റെ വായിലൊരു ചുമന്ന പഴമിരുന്നു. പെട്ടെന്ന് ഇദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നി. ഇതിന്റെ ഭക്ഷണം എന്താണ്, ഇതിനെ എങ്ങനെ വളർത്തുമെന്ന് ചിന്തിച്ച അദ്ദേഹത്തിന്റെ ചിന്തയ്ക്ക് അറുതി വന്നു. ഈ മനോഹരമായ പക്ഷി ഈ പഴവുമായി പറന്നടുക്കൽ വന്നു. ഇതിങ്ങനെ കൊടുക്കുന്നത് ഈ മനുഷ്യൻ ഇങ്ങനെ ജനൽ വഴി നോക്കിക്കൊണ്ടിരുന്നു. 5 നിമിഷം കഴിഞ്ഞു ആ പക്ഷി പറന്നുപോയി. താൻ പുറത്തിറങ്ങി വരുമ്പോൾ ഈ കുഞ്ഞ് കൂടിനുള്ളിൽ ചത്തുകിടക്കുകയാണ്. ആ മനുഷ്യന് വലിയ ഭയം തോന്നി. എന്താണ് സംഭവിച്ചത്? താൻ ആ താഴെ കിടക്കുന്ന ആ പഴത്തിന്റെ ശേഷിപ്പെടുത്തു നോക്കി. ആ വനത്തിലെ ഏറ്റവും കഠിനമേറിയ വിഷപ്പഴമായിരുന്നു അത്. താൻ ആ പക്ഷിയെക്കുറിച്ച് പഠിച്ചു. അതിനൊരു വ്യവസ്ഥയുണ്ട്. ഒന്നിൽ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ മരണം. തന്റെ കുഞ്ഞ് ഒരു മനുഷ്യന്റെ ഇരുമ്പ് കൂടിനുള്ളിൽ കിടന്ന് അവൻ അടിമപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെ വീണ്ടെടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അതിനെ വിടുവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് മരിക്കുന്നതാണ് നല്ലത്. കേവലം ആകാശ പറവയ്ക്ക് പോലും സ്വാതന്ത്ര്യം ആവശ്യമാണെങ്കിൽ, ദൈവ സൃഷ്ടികളിൽ ഉന്നതനായ മനുഷ്യനെ നിനക്ക് സ്വാതന്ത്ര്യം ആവശ്യമല്ലേ? സ്വാതന്ത്ര്യം എങ്ങനെ പ്രാപിക്കാം? ഇന്ന് മനുഷ്യൻ അനേക നുഖങ്ങളുടെ അടിമയാണ്. സൃഷ്ടിയുടെ നാളിൽ സൃഷ്ടാവായ ദൈവം തമ്പുരാൻ അഖിലാണ്ടം സൃഷ്ടിച്ചുണ്ടാക്കി. സൃഷ്ടിയുടെ അവസാനം ഭൂമിയിലെ പൊടികൊണ്ട് തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ഒരിക്കലും സാത്താന്യ നുഖത്തിന് അടിമയാകുക അല്ലെങ്കിൽ അതിൽ തുടരുക എന്നുള്ളത് ദൈവം ആഗ്രഹിച്ച കാര്യമല്ല.
എന്നാൽ മനുഷ്യൻ ദൈവത്തിന്റെ വാക്കുകളെ ലംഘിച്ച് സാത്താന്റെ വാക്കിനെ ശിരസ വഹിച്ച് അവനോട് തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം പറിച്ചു തിന്ന് ദൈവ തേജസ് നഷ്ടപ്പെട്ട നാളു തുടങ്ങി മുള്ളും പറക്കാരെയും കിളിർത്ത ശപിക്കപ്പെട്ട ഭൂമിയിൽ മനുഷ്യന്റെ മേൽ സാത്താൻ അവന്റെ നുകം വെച്ചുകെട്ടി. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത്, പാപത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യവർഗത്തിന്റെ മേൽ സാത്താൻ കെട്ടിമുറുക്കിയ നുകങ്ങളേതാണ്? എല്ലാം വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ അവയുടെ ചില ഭാഗം നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. സ്വാതന്ത്ര്യമുണ്ടെങ്കിലേ പ്രതികരിപ്പാൻ ശേഷിയുള്ളൂ. സ്വാതന്ത്ര്യമുണ്ടെങ്കിലേ അതിനെ മനസ്സിൽ ആഗ്രഹിക്കുന്നതിന് ഏറ്റവണ്ണം പ്രവർത്തിപ്പാൻ കഴിയൂ. ആകയാൽ സ്വാതന്ത്ര്യം ഒരു വലിയ വിഷയമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ ഭക്തനായ മോശ മിസ്രൈമിന്റെ ആധിപത്യത്തിൽ നിന്ന് കുഞ്ഞാടിനെ നടത്താൽ വീണ്ടെടുത്ത ജനത്തെ വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിലേക്ക് നടത്തിക്കൊണ്ടുവരുമ്പോൾ മോശ ഇസ്രായേലിനോട് പറയുന്നു, ഇസ്രായേലെ കേട്ടുകൊള്ളുവീൻ, ഞാൻ നിന്നെ മിസ്രൈമ്യരുടെ ഇരുമ്പ് നുകത്തിൽ നിന്ന് അവന്റെ നുകക്കയറുകളെ പൊട്ടിച്ച് നിന്നെ ഞാൻ സ്വതന്ത്രനാക്കി നിന്റെ തല ഉയർത്തി നീ എന്നെ ആരാധിപ്പാൻ യോഗ്യനാക്കി തീർത്തു. ലേവ്യ പുസ്തകം 26 അധ്യായത്തിന്റെ 13 വാക്യം വായിച്ചാട്ടെ. നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കി. അജപാലകനായിരുന്ന യാക്കോബിന്റെ സന്തതികൾ കാലാന്തരത്തിൽ ആഹാരം തേടി മിസ്രൈമിൽ ചെന്നു. മിസ്രൈമിലേക്ക് എത്തിച്ചെല്ലുന്ന ഇസ്രായേലിനെ തന്ത്രപൂർവം ആ ഫറവോൻ കീഴടക്കി അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു. കരയിലും അരമനയിലും അന്തഃപുരത്തിലും കൊട്ടാരത്തിലും വയലിലുമെല്ലാം വേതനമില്ലാതെ അവർ അധ്വാനിച്ചു. അവരുടെ അപ്പനായ അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിന്റെ കാലം തികഞ്ഞപ്പോൾ ദൈവം തന്റെ ഭക്തനായ മോശെ മിസ്രൈമിലേക്ക് അയച്ചു. മോശ മിസ്രൈമിൽ നിന്ന് ആ ജനത്തെ കുഞ്ഞാടിന്റെ നിണത്താൽ രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നു. ആഴമേറിയ ചെങ്കടൽ കടന്നു മരുഭൂമിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇപ്പോൾ മോശ പറയുന്നു, ഇസ്രായേലേ, യഹോവ അരുളി ചെയ്യുന്നത് കേട്ടുകൊള്ളുവീൻ, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് നിന്റെ കഴുത്തിലുള്ള ഇരുമ്പ് നുകം ഒടിച്ച് നിന്നെ ഞാൻ നിവരെ നിൽക്കുമാറാക്കി. ഒന്നുകൂടെ വായിച്ചാൽ, നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നിൽക്കുമാറാക്കി അല്ലെങ്കിൽ നിവർന്ന് നടക്കുമാറാക്കി. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് കുഞ്ഞാടിന്റെ നിലത്താൽ രക്ഷ പ്രാപിച്ച ഇസ്രായേൽ മിസ്രൈമിയ നുകത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ആശ്ചര്യമായി നാം പഠിക്കുമ്പോൾ ഈ മിസ്രൈം എന്ന സംഭവം ഇന്നേക്ക് ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. എന്നാൽ ആത്മീകമായി നാം പഠിച്ചു വരുമ്പോൾ ഈ മിസ്രൈം എന്നത് പാപത്തിന് തുല്യമാണ്. പാപത്തിന് തുല്യമായി കിടക്കുന്ന പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവായ യേശുവിന്റെ രക്തത്താൽ ഒരുവൻ വിടുതൽ പ്രാപിച്ചാൽ അവന് പാപനുകത്തിൽ നിന്ന് യഥാർത്ഥമായ വിടുതൽ കിട്ടും. ഒരു മനുഷ്യന്റെ മേൽ പാപത്തിന്റെ ദുഷ്ടതകൾ അടക്കി വാഴുമ്പോൾ അവന്റെ ഹൃദയം ഏറ്റവും അധികം വേദനപ്പെടും. ഭക്തനായ ദാവീദ് സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെട്ട് അവൻ പാപത്തിന് ദാസനായി തീർന്നു. തന്റെ പാപരഹസ്യം ആരും അറിയുന്നില്ലെന്ന് കണ്ടാറ് അവൻ ജീവിതം മുൻപോട്ട് തുഴഞ്ഞു നീക്കി. എന്നാൽ 8 മാസങ്ങൾക്ക് ശേഷം ഇസ്രായേലിലെ പ്രവാചകർ ഭക്തന്മാരിൽ ഒരുവനായ നാഥാൻ ദാവീദിന്റെ അടുക്കൽ പോയി. ദാവീദിനോട് മനോഹരമായൊരു കഥ പറഞ്ഞു കേൾപ്പിച്ചു. ആട്ടിടയനായ ഇശായിയുടെ സന്തതിയായ ദാവീദ് ആ കഥയുടെ മുൻപിൽ അവന്റെ ഹൃദയം തകർന്നു. അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. യെരൂശലേമിൽ അങ്ങനെ ഒരുത്തൻ ഉണ്ടോ എന്നൊരു ചോദ്യം അങ്ങ് ചോദിച്ചു. നാഥാൻ ഉണ്ടോ ഇല്ലയോ എന്നൊരു വാക്ക് പറഞ്ഞില്ല. യെരൂശലേമിൽ അങ്ങനെ ഒരുവനുണ്ടോ? ദുർമോഹത്തിന് വാതിൽ തുറന്നുകൊടുത്ത് അന്യന്റെ ആടിനെ പിടിച്ചു കൊന്നുകളഞ്ഞ ഒരു ദുഷ്ടൻ യെരൂശലേമിൽ ഉണ്ടോ? ചോദ്യത്തിന്റെ മുമ്പിൽ നാഥാൻ അവനെ ഒന്ന് തുറിച്ചു നോക്കി. ദാവീദിന്റെ അടുത്ത വാക്ക് പ്രതീക്ഷിച്ച സൈന്യാധിപന്മാർ നിൽക്കുകയാണ്.
യെരൂശലേം 400 മൈൽ ചുറ്റളവിൽ കിടക്കുന്ന യഹൂദ തുടങ്ങി ബേർശേബ വരെയുള്ള ആ മനോഹര പട്ടണത്തിന്റെ രാജാവ് ചോദിച്ചു, അങ്ങനെ ഒരുത്തൻ യെരൂശലേമിൽ ഉണ്ടോ? നാഥാൻ ഇങ്ങനെ സ്റ്റെപ്പിറങ്ങി പോകുന്ന വഴിയിൽ നാഥാൻ തിരിഞ്ഞിന്നു. അവനങ്ങോട്ട് കൈ ചൂണ്ടിക്കൊണ്ട് ധൈര്യത്തോടെ പറഞ്ഞു, ആ മനുഷ്യൻ നീയാൻ. മറ്റൊന്നും പറഞ്ഞില്ല. ആ മനുഷ്യൻ നീയാണ്, മരണയോഗ്യൻ നീയാണ്, 4 ഇരട്ടി തിരികെ കൊടുക്കേണ്ടവൻ നീയാണ്, അന്യന്റെ സമ്പത്ത് മോഹിച്ച ഉപായം പ്രയോഗിച്ച നീയാണ്, നീ മരണയോഗ്യനാണ്. ദാവീദിന് പാപകാഠിന്യം മനസ്സിലായി. താൻ ന്യായപ്രമാണത്തിന്റെ മുഴുവൻ യാഗങ്ങളെയും തപ്പി സീനായിൽ വെച്ച് ഇസ്രായേലിന്റെ പാപപരിഹാരത്തിന് നിയമിച്ചു കൊടുത്ത ന്യായപ്രമാണത്തിലെ യാഗങ്ങളെ ഒന്നൊന്നായി തപ്പി. പാപയാഗത്താലോ ഭോജനയാഗത്താലോ പാനീയാഗത്താലോ ദാവീദിന്റെ പാപം ക്ഷമിച്ചു കിട്ടത്തില്ല. ദാവീദിന് പാപകാഠിന്യം മനസ്സിലായി. അവൻ രാജവസ്ത്രം കീറി അവന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ വീണു. അവൻ യഹോവയോട് അപേക്ഷിച്ചു, അയ്യോ യഹോവേ, നിന്റെ കരുണയുടെ ബഹുത്വം കൊണ്ട് എന്റെ പാപമൊന്ന് ക്ഷമിക്കുമോ? ചോദ്യം സിംഹാസനത്തോളം എത്തി. തകർന്നുടഞ്ഞ ദാവീദിന്റെ ഹൃദയവേദന ദൈവം കണ്ടു. ഉടനെ ദൈവം നാഥാനെ ഉണർത്തി. നാഥാൻ, പെട്ടെന്ന് പോയിക്കാട്ട്, നീ പോയി ദാവീദിനോട് പറഞ്ഞേര് അവന്റെ പാപം ക്ഷമിച്ചു. എന്നാൽ ആ പാപഭാരം ചുമക്കുന്ന അവസ്ഥ ദാവീദ് പറയുന്ന വാക്കുകളിൽ കാണാം. 38-ാം സങ്കീർത്തനത്തിന്റെ 3 തുടങ്ങി 6 വരെയുള്ള വാക്യങ്ങളിലും 51-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിലും വരുമ്പോൾ ആ പാവിയുടെ ഹൃദയവേദന നമുക്ക് കാണാം. അവൻ പറയുന്നു, അയ്യോ, ഞാൻ ഭാരമുള്ള ചുമടുപോലെ ഞാനത് ചുമക്കുകയാണ്. വേനൽക്കാലത്തെ ഉഷ്ണത്തിലെന്ന വണ്ണം എന്റെ അസ്ഥി ഉരുകുകയാണ്. ദൈവമക്കളെ, പാപം ഒരു വലിയ നുകശക്തിയാണ്. അതൊരുവന്റെ കഴുത്തിൽ വെച്ച് സാത്താൻ വലിച്ചു മുറുക്കിയാൽ അവന്റെ ആത്മാവ് വിറയ്ക്കും. യാതൊരു സംശയവുമില്ല. ഞാനൊരിക്കൽ ആലുവായിൽ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ ഒരു യാദൃശ്യമായി അവിടെ പേപ്പർ തരുന്ന ഒരു വ്യക്തി വന്നു. അദ്ദേഹം ഇങ്ങനെ, ഞാൻ അദ്ദേഹത്തെ മുൻപ് കണ്ടിട്ടില്ല. അദ്ദേഹം പേപ്പറിന്റെ ബില്ല് തരുവാൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഒരു 10-65-70 വയസ്സോളം വരും ഒരു വയോധനായ മനുഷ്യൻ. താനിങ്ങനെ ബില്ല് വെച്ച് നീട്ടി. തന്റെ കാലിൽ ഒരു വലിയ മുറിവുണ്ട്. ആ മുറിവിങ്ങനെ കെട്ടി ഒരു വലിയ പാണ്ടക്കെട്ട് പോലെ കെട്ടിയിരിക്കുകയാണ്. ഞാൻ വെറുതെ ചോദിച്ചു, അങ്കളെ, ഇതെന്ത് പറ്റിയതാണ് ഈ മുറിവ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഡയബറ്റിക് കൂടി ഇങ്ങനെ ഉണ്ടായിപ്പോയതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിന് മരുന്ന് ഉപയോഗിക്കുന്നില്ലേ? അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ മരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ബ്രദറെ, എന്നാൽ ആ മുറിവ് കരിയുന്നില്ല. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് താൻ എന്നെ തുറിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഈ മുറിവല്ല ബ്രദറെ വലുത്, എന്റെ ഹൃദയത്തിന്റെ ആഴത്തിലൊരു മുറിവുണ്ട്. ആ മുറിവ് കിടക്കുന്നതുകൊണ്ടാണ് ഈ മുറിവ് കരിയാത്തത്. ആ സിറ്റൗട്ടിൽ 2 കസറയുണ്ട്, ഒന്നിലതിരുന്നു. അതിനുശേഷം എന്നോട് സംസാരിച്ചാരംഭിച്ചു. എനിക്ക് വേണ്ടി ഒന്ന് ഇടിവിൽ നിന്ന് ഒന്ന് സഹായിക്കാമോ എന്നാണ് അടുത്ത ചോദ്യം. കാര്യം, വർഷങ്ങൾക്ക് മുൻപ് തന്റെ പണപ്രാപ്തിയാൽ ഒരു ദരിദ്രനെ ഉപദ്രവിച്ച് അവന്റെ സ്ഥലം വാങ്ങിയെടുത്തു. കോടതിയിൽ പോയി ഇദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യത്താൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പണപ്രാപ്തിയാൽ അദ്ദേഹം ജയിച്ചു. അവസാനം ഈ മനുഷ്യൻ പാവപ്പെട്ടവൻ അനാഥപ്പെട്ടുപോയി. അവൻ എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുകൂടാ. താൻ വേദനയോട് എന്നോട് പറയുക, ആവശ്യത്തിലധികം പണമുണ്ട്. അയൽവാസിയായ ഒരുവൻ വർഷങ്ങളായി സ്നേഹിതനായിരുന്നു. അവന്റെ സ്ഥലം വിറ്റു. കിട്ടിയ അഡ്വാൻസ് പൈസ മുതലാളിയുടെ കൊണ്ടു കൊടുത്തു. മുതലാളിയോട് പറഞ്ഞു, എനിക്കൊരു 10 സെന്റ് സ്ഥലം തരണം. അപ്പോൾ പറഞ്ഞു, എടാ, എഗ്രിമെന്റ് എഴുതണ്ടേ? അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഈ മുതലാളി പൈസ വാങ്ങി. ഈ ദരിദ്രൻ അത് വിശ്വസിച്ചു. പെട്ടെന്ന് വസ്തുവിന്റെ വില കൂടി. വീട്ടുകാർ സമ്മതിച്ചില്ല, സ്ഥലം കൊടുത്തില്ല. അവസാനം ഇദ്ദേഹം അഡ്വാൻസ് കൊടുത്തതിന് ഒരു തെളിവുമില്ല. പാവപ്പെട്ടവനാകുന്ന നോക്കി അവസാനം കോടതിയിൽ പോയി. സാധുവായ ഈ മനുഷ്യൻ അഡ്വാൻസ് കൊടുത്തതിന് തെളിവില്ലാഞ്ഞതുകൊണ്ട് കോടതി ഇദ്ദേഹത്തിന് അനുകൂലമായി വിധിച്ചു. അവസാനം തന്റെ കടപ്പാടം നഷ്ടപ്പെട്ടു. അവനും ഭാര്യയും 2 കുഞ്ഞുങ്ങളും അനാഥപ്പെട്ട് ഏതോ ദേശത്തേക്ക് പോയി. നാളുകൾ വളരെ കഴിഞ്ഞു. ഈ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ മുറിവേറ്റു. ഇനിയും കോടതിയിൽ തിരികെ പോയാൽ കോടതിയോട് കാണിച്ച വഞ്ചന നിമിത്തം ശിക്ഷ കിട്ടും. മനസാക്ഷിയുടെ ഉള്ളം വിറയ്ക്കുകയാണ്. എന്നോട് അദ്ദേഹം പറയാണ്, എന്റെ പൊന്നു ബ്രദറെ, ഈ ശരീരത്തിലെ മുറിവ് എങ്ങനെങ്കിലും സഹിക്കാം. എന്റെ ആത്മാവിൽ ഒരു മുറിവുണ്ട്. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനൊരു കത്തോലിക്കനാണ്. ഞാൻ ദേവാലയത്തിൽ പോകുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ, ഞാൻ രാത്രിയുടെ യാമങ്ങൾ ഉറങ്ങുമ്പോൾ അവന്റെ ദയനീയ മുഖമാണ് കാണുന്നത്. ഞാൻ എന്തു ചെയ്യും? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതായിരുന്നു ദാവീദിന്റെ ഭാരം. ദാവീദ് ഇടംവലം തിരിയുമ്പോൾ വിശ്വസ്തനായ ഊരിയാവ് നിൽക്കുക.
ചുമക്കുന്നു. അയ്യോ യജമാനനെ, യോവാബും സൈന്യവും യുദ്ധകളത്തിൽ കിടക്കേ, ഞാൻ പോയി എന്റെ വീട്ടിൽ കിടക്കണമോ? ഇല്ല യജമാനനെ, ഞാൻ പടിപ്പുരയ്ക്കൽ കിടക്കുമെന്ന് പറയുന്ന ആ ഊര്യാവിന്റെ വാക്ക് ദാവീദിനെ പിടിച്ചു കുലുക്കി. അവൻ വേദനയോടെ എഴുതി, അയ്യോ യഹോവേ, ഭാരമുള്ള ചുമട് പോലെ ഞാനത് ചുമക്കുന്നു. ഒന്ന് വായിക്കാമോ? 38-ാം സങ്കീർത്തനം 3 തുടങ്ങിയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാൽ. നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. എന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല. ആ നീരസം ഹേതുവായി എന്റെ ശരീരത്തിൽ സുഖമില്ല. പാപം ഹേതുവായി എന്റെ അസ്ഥിയിൽ സ്വസ്ഥതയില്ല. എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അധികനമായി. മനോഹരമായ രാജ്യമുണ്ട്, നല്ല ബലപ്പെട്ട സൈന്യമുണ്ട്, ഉറങ്ങുവാൻ മനോഹരമായ ദേവദാരു കൊണ്ടുള്ള അരമനയുണ്ട്, ഭക്ഷിപ്പാൻ ആവശ്യമായ ആഹാരമുണ്ട്, രാജ്യത്തിൽ വലിയൊരു അധികാരമുണ്ട്. എന്നാൽ മനസ്സാക്ഷിയുടെ ഏകാന്തത ദാവീദിനെ ആക്രമിക്കുമ്പോൾ ദാവീദ് ഏറ്റു പറയുന്നു, അയ്യോ യഹോവേ, നിന്റെ നീരസം ഹേതുവായി എന്റെ ശരീരത്തിൽ സുഖമില്ല. എന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല. ഞാൻ എന്റെ അകൃത്യം അറിയുന്നു. ഭാരമുള്ള ചുമടുപോലെ ഞാനത് ചുമക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പാപിയുടെ ഹൃദയാവസ്ഥയാണ് നാം ഇപ്പോൾ വായിച്ചത്. പ്രിയ ശ്രോതാക്കളെ, പ്രിയ യൗവനക്കാരെ, ഇന്ന് രാത്രി നിങ്ങളോട് ചോദിച്ചാട്ട് നീ ഏത് നുഖത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്? നിന്റെ നുഖക്കയറുകളെ അഴിച്ച് നിന്നെ ഞാൻ നിവരെ നിർത്താമെന്ന് പ്രവാചകനായ ഹബക്കൂക്ക് മുഖാന്തരം ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താണ് അതിന്റെ വിടുതൽ? പാപം മനുഷ്യനെ തുലയ്ക്കുന്നതാണ്. നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിലായിരിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഒരു മനോഹര ഉപമ നമുക്ക് കാണാം. ആ ഉപമയിൽ സമ്പന്നനായൊരു അപ്പനുണ്ട്, അവന്റെ 2 മക്കളുണ്ട്. അതിൽ ഇളയവൻ ഒരു ദിവസം അപ്പനോട് ന്യായപ്രമാണത്തിന് വിരുദ്ധമായി ചോദിച്ചു, അപ്പാ, എനിക്ക് തരുവാനുള്ള സമ്പത്ത് എനിക്ക് തരണമേ. അപ്പൻ അവനോട് ഒന്നും തടസ്സം പറഞ്ഞില്ല. കാര്യം അക്കാലത്ത് ഒരു വ്യവസ്ഥയുണ്ട്. മാതാപിതാക്കന്മാർക്ക് എതിർത്ത് ഒരുവൻ സംസാരിച്ചാൽ അവനെ പട്ടണവാതിക്കൽ മൂപ്പന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി അവനെ നീതിയോടെ വിധിച്ച് കല്ലെറിഞ്ഞു കൊല്ലേണം. ഇത് വ്യക്തമായ വ്യവസ്ഥയാണ്. പക്ഷെ അപ്പനോട് ഇവൻ ചോദിച്ചാറേ, അപ്പൻ ഇവന് തടസ്സമൊന്നും പറഞ്ഞില്ല. അവന് കൊടുക്കുവാനുള്ളതെല്ലാം അപ്പൻ അവന് കൊടുത്തു. അവനെല്ലാം കൂടെ വാരിക്കൂട്ടി ദൂരദേശത്തേക്ക് യാത്രയായി. എല്ലാവിധ പാപത്തിലും മ്ലേച്ഛതയിലും അവൻ അകപ്പെട്ടു. അവൻ ആ നാട്ടിലെ ഒരു സമ്പന്നനെ പോയി കണ്ടു. ബഹുസമ്പന്നൻ, അവന്റെ സമ്പത്ത് പന്നിയാണ്. യഹൂദൻ ഏറ്റവും വെറുക്കപ്പെട്ട പന്നിയെ അവൻ തീറ്റേണ്ടി വന്നു. അതിന്റെ ആഹാരം അവൻ കൊതിച്ചു. ബലപ്പെട്ട പന്നികൾ ഇവൻ ആഹാരത്തിന് തിരിയുന്ന കണ്ടാൽ അവനെ ഇടിച്ചു നിരത്താൻ തുടങ്ങി. മനസ്സിൽ വേദനയായി, ആരോഗ്യം നഷ്ടപ്പെട്ടു, കണ്ണുകൾ കുഴിഞ്ഞു, ആകെ മെലിഞ്ഞു വളഞ്ഞു, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. പെട്ടെന്ന് അവന്റെ അപ്പച്ചനെ കുറിച്ച് അവൻ ഓർത്തു. അവനൊരു സ്ഥലത്തിരുന്നു. പാപഭാരം അവനെ വേട്ടയാടി. നിരാശ അവന്റെ മേൽ ആധിപത്യം പിടിച്ചു. പ്രതീക്ഷകളെല്ലാം അറ്റുപോയി. എങ്കിലും അവന്റെ അപ്പനെ കുറിച്ച് അവൻ ഓർത്തു. അവൻ അവിടെ നിന്ന് യാത്രയായി. ദൂരത്ത് വെച്ച് അപ്പൻ അവനെ തിരിച്ചറിഞ്ഞു. അപ്പനും മകനും തമ്മിൽ കണ്ടെത്തി. ഓടി വന്നവൻ കാൽക്കൽ വീണുകൊണ്ട് അവനൊരു ആത്മസത്യം തുറന്നു പറഞ്ഞു, അപ്പാ, അപ്പാ, ഞാൻ ജന്മം കൊണ്ട് നിന്റെ മകനായിരുന്നു. എന്നാൽ ഇപ്പോഴോ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കൊണ്ട് ഇനിയും നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. ജന്മം കൊണ്ട് അവൻ അപ്പന്റെ മകനാണ്, വീട്ടിൽ പാർക്കേണ്ടിയവനാണ്. എന്നാൽ അവനൊരു വലിയ അറിവുണ്ട്, പാപം കൊണ്ട് ഞാൻ നിന്റെ ദാസനാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ ആ മനോഹരമായ ഉപമയിൽ കരുണയുള്ള കർത്താവിന്റെ സന്നിധിയിൽ അനുദപിക്കുന്ന ഒരു പാപിയുടെ മനോഹര രൂപമാണ് ആ ഉപമയിൽ വരച്ചിരിക്കുന്നത്. അവൻ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഇനിയും നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് വായിച്ചാൽ. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ, ഇനിയും നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. ഞാൻ യോഗ്യനല്ല. പാപമാണ് അവനെ അയോഗ്യനാക്കിയത്.
പാപമാണ് ദാവീദിന്റെ ബലം ക്ഷയിപ്പിച്ചത്. പാപമാണ് ദാവീദിന്റെ അസ്ഥികളെ ഉരുക്കിയത്. പാപമാണ് ഭാരമുള്ള ചുമടുപോലെ അവനെ വേട്ടയാടിയത്. പാപമാണ് ദൈവം അവനെ തള്ളിക്കളയുമോ എന്ന് നിരാശപ്പെടുത്തിയത്. പാപമാണ് ആത്മാവ് അവനെ വിട്ടൊഴിയുമോ എന്നവനെ ഏറ്റവും ഭയപ്പെടുത്തിയത്. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും പാപനുഖത്തിന് അടിമപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നെങ്കിൽ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, പുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ നീ സാക്ഷാൽ സ്വതന്ത്രനായിരിക്കും. സാക്ഷാൽ സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിൽ കൂടെയാണ്. പുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ നീ സാക്ഷാൽ സ്വതന്ത്രനാകും. പാപത്തിന്റെ നുക കയറുകളെ അഴിച്ച് നമ്മെ നിവരെ നിർത്തി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ യേശു നമ്മെ സഹായിപ്പാൻ നമ്മുടെ സമീപമുണ്ട്. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്തതായി കാണപ്പെടുന്നത് ഒരു അന്ധകാരത്തിന്റെ നുകമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 2 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവാചകൻ അവിടെ പറയുന്നു, ഇരുളിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു അന്ധകാരത്തിന്റെ നുകമുണ്ട്. വായിച്ചാൽ, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. അടുത്ത 4-ാം, നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവൻ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നു. അവൻ ചുമക്കുന്ന നുകവും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും ഇതാ ഞാൻ നീക്കിക്കളയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത നുകം അന്ധകാരത്തിന്റെ നുകമാ. ഈ അന്ധകാരത്തിന്റെ നുകം ഒരുവന്റെ മേൽ സാത്താൻ വെച്ച് കെട്ടിയാൽ അവനെ അലട്ടുന്ന പ്രതിസന്ധികൾ ഒന്ന് വലിയ ഭയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അനർത്ഥങ്ങളുടെ ഒരു പ്രധാന ഭാഗം ഭയമാണ്. ലോകത്തിൽ ഇന്ന് എത്രയോ മനുഷ്യർ ഭയത്തിനടിമയാണ്. അടുത്ത കാലത്ത് ഒരു ഇംഗ്ലീഷുകാർ അവർ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് മുഴു ലോകവും ചുറ്റി സഞ്ചരിച്ച് മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ അലട്ടുന്ന ഭയത്തെക്കുറിച്ച് എഴുതിയ ഒരു ചെറിയ ബുക്ക് ഞാൻ വായിച്ചു. മനുഷ്യനെ അലട്ടുന്ന ഭയം അവർ പറയുന്നത് ഏതാണ്ട് 34 രീതിയിലുണ്ട്. ഭയം ഒരു വലിയ കണിയാണ്. മനുഷ്യന്റെ ഭയം അവനൊരു കണിയാണ്. മനസാക്ഷികത്തിൽ ജീവിച്ചിരുന്ന ഭക്തനായ ഇയ്യോബ്, അവൻ ദൈവത്താലും മനുഷ്യനാലും സാക്ഷ്യം പ്രാപിച്ചവനാണ്. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, അവൻ നീതിമാനാണ്, അവൻ നിഷ്കളങ്കനാണ്, അവൻ നേരുള്ളവനാണ്, അവൻ ദോഷം വിട്ട് അകലുന്നവനാണ്. അവൻ എല്ലാ ദിവസം തനിക്കും തന്റെ കുഞ്ഞുങ്ങളെയും ഓർത്ത് യഹോവയുടെ മുൻപാകെ യാഗമർപ്പിച്ച് നീതിയെ നേടിയവനാണ്. പക്ഷേ അവനൊരു ഭയത്തിനടിമയാണ്. ഏറിയ നാളുകൾക്ക് ശേഷം സാത്താന്യ ആക്രമണത്തിന് അവൻ വിധേയപ്പെട്ട് അവന്റെ സമ്പത്തുകൾ നശിച്ച് അവന്റെ സന്തതികൾ മരിച്ച് അവന്റെ ശരീരം രോഗത്തിന് അടിമപ്പെട്ടപ്പോൾ അവൻ നിരാശയോടൊരു വാക്ക് പറഞ്ഞു, അയ്യോ യഹോവേ, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് വന്ന് ഭവിച്ചു. ദൈവമക്കളെ, അന്ധകാരത്തിന്റെ നുകം സാത്താൻ ഒരുവന്റെ കഴുത്തിൽ വെച്ച് കെട്ടിയാൽ എല്ലാ കാലത്തും അവനെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഭയമാണ്. എന്തിനോ ഭയപ്പെടുന്നു. ചിലർക്ക് ഇരുൾ വലിയ ഭയമാണ്. ഇനിയും ചിലർക്ക് മറ്റുള്ളവരെ ജനസമൂഹത്തെ കാണുന്ന വലിയ ഭയമാണ്. ചിലർക്ക് ചെറിയ പ്രാണിയെ കാണുന്നത് ഭയമാണ്. മഹാനായ നെപ്പോളിയൻ, ലോകം കിടുകിട വിറപ്പിച്ച നെപ്പോളിയൻ, ആയുധങ്ങളുടെയും വാളിന്റെയും ശത്രു രാജാക്കന്മാരുടെ വെടിയുണ്ടയുടെയും മുമ്പിൽ നെപ്പോളിയൻ വിറച്ചിട്ടില്ല. എന്നാൽ ഈ മഹാനായ നെപ്പോളിയന് പാറ്റായെ പേടിയായിരുന്നു. യൂറോപ്പ് മുഴുവൻ വിറപ്പിച്ച നെപ്പോളിയൻ പാറ്റായെ കണ്ടാൽ ഭയപ്പെട്ടു. അവന്റെ പട്ടാള ക്യാമ്പിൽ ഒരു പാറ്റ പറന്നു കയറിയാൽ അവന്റെ സൈനികർ അതിനെ തല്ലിക്കൊന്നു കൊണ്ട് കാണിക്കുന്നവരെ അവൻ അലറുവെന്നാ പറയും. കാര്യം, അവൻ ബാലനായിരിക്കും കാലത്ത് ഒരു പാറ്റ പറന്നവന്റെ കണ്ണിൽ വീണ് അതിന്റെ ആ മുള്ളുകൊണ്ട് അവന്റെ കണ്ണു മുറിഞ്ഞു. അന്ന് തുടങ്ങിയവൻ അത് ഭയമാണ്. യൂറോപ്പ് മുഴുവൻ അവൻ വിറപ്പിച്ചു. അവന്റെ ധൈര്യത്തിന്റെ മുൻപിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല.
ബ്രിട്ടീഷ് സൈനാധിപനായിരുന്ന ലോർഡ് വില്ലിംഗ്ടൺ അവനെ ആക്രമിച്ച ശേഷം അവനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവന് കുടിപ്പാൻ ചായ കൊടുത്തു. അവനിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ തലയുടെ കീഴിൽ കൊണ്ടുവന്ന് വെച്ച് ഒരു തോക്ക് കൊണ്ട് മേളിലോട്ട് വെടിവെപ്പിച്ചു. ഒറ്റ നിമിഷം അവൻ ഞെട്ടുമോ എന്നറിയാൻ, നമ്മളാണെങ്കിൽ ഉരുണ്ട് താഴെ വീഴും. അവന്റെ ചായപാത്രം അനങ്ങിയില്ല. അവന്റെ ചായപാത്രം അനങ്ങാതെ അവൻ ആ ചായ കുടിച്ചോണ്ടിരുന്നു. ബ്രിട്ടീഷ് സൈനാധിപൻ ഭയപ്പെട്ടുപോയി. ഇവന്റെ മാനക്കരുത്ത് എത്ര ഉഗ്രമാണ്, ഇവനെ കൊല്ലുന്നത് ശരിയല്ല. അങ്ങനെയാണ് അവനെ അന്യദേശത്തേക്ക് നാടുകടത്തിയത്. എന്നാൽ ഈ മഹാന് പറക്കുന്ന പ്രാണിയായ പാറ്റായെ പേടിയാണ്. ദൈവമക്കളെ, ഇതുപോലെ ലോകത്തിൽ അനേക കാര്യങ്ങൾ മനുഷ്യൻ ഭയത്തിനടിമയാണ്. ശ്രോതാക്കളെ, ഓർത്തുകൊള്ളണമേ, ഇതിന്റെ പിന്നിൽ ഒരു അന്ധകാരത്തിന്റെ മുഖമുണ്ട്. നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നുവോ അത് നമുക്ക് ഭവിച്ചിരിക്കും. ചിലർക്ക് രോഗമില്ല, അവർ രോഗം പ്രഖ്യാപിച്ച് ഭയപ്പെടുകയാണ്. അയ്യോ, എനിക്ക് രോഗം വന്നേക്കാം, ഞാനൊരു ക്യാൻസർ രോഗി ആയേക്കാം, ഞാനൊരു ത്വക്ക് രോഗി ആയേക്കാം, എനിക്ക് പ്രഷറും ഷുഗറും കൂടി അറ്റാക്ക് അടിച്ചേക്കാം, എന്റെ കുഞ്ഞുങ്ങൾ അനാഥപ്പെട്ടു പോയേക്കാം, എന്റെ വാഹനം പോകുന്ന വഴിയിൽ ഇടിച്ചേക്കാം, എന്റെ കുടുംബത്തിന് നേരെ സാത്താൻ കടന്നു വന്നേക്കാം, ആയുസ്സിന്റെ മധ്യത്തിൽ എനിക്ക് മരണം സംഭവിക്കാം. ഭയപ്പെടരുത്. നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നുവോ അത് ജീവിതത്തിൽ ഭവിച്ചിരിക്കും. ബൈബിളാണ് അത് പറയുന്നത്. ഇയ്യോബ് പറയുകയാണ്, അയ്യോ യഹോവേ, ഞാൻ ഭയപ്പെട്ടതാണ് എനിക്ക് ഭവിച്ചത്. എത്രയോ ജീവിതങ്ങളെ നോക്കിക്കാട്ട്. അടുത്ത കാലത്തൊരു കുടുംബം സന്തുഷ്ടമായി ജീവിച്ച കുടുംബമാണ്. അവർ രണ്ടും വേർപെട്ട് രണ്ടു വഴിയിലേക്ക് പോയി. ഒരു ദിവസം ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അപ്പോൾ അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞു, അച്ഛാ, ജീവിതത്തിന്റെ തുടക്കനാളിൽ തന്നെ എന്റെ ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. അദ്ദേഹം ബഹു സമ്പന്നനാണ്, ഞാനൊരു ദരിദ്രയാണ്, എന്നേക്കാൾ മെച്ചപ്പെട്ട ഒരു അനുഭവം കണ്ടാൽ എന്നെ വിട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഭയം തുലച്ചു. ദൈവമക്കളെ, ഭയത്തിന്റെ പിന്നിൽ ഒരന്ധകാരത്തിന്റെ മുഖമുണ്ട്. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഭയത്തിന് അടിമയായിട്ടിരിക്കുന്നെങ്കിൽ കർത്താവായ യേശു നിന്റെ നുകക്കയറുകളെ അടിച്ച് നിന്റെ നുകത്തെ തകർത്ത് നിന്നെ സ്വതന്ത്രനാക്കും. വിശ്വസിക്കുന്നവർ ശക്തിയോടെ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആകയാൽ ആ ഭയത്തിൽ നിന്ന് നാം പുറത്തു വരണം. എന്ത് കാര്യം നിങ്ങൾ ഭയപ്പെടുന്നുവോ നിശ്ചയം ഇന്നല്ലെങ്കിൽ നാളെ സാത്താൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യും. സാത്താൻ നിങ്ങളെ ആക്രമിക്കുമ്പോൾ ദൂരത്ത് നിന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇയ്യോബിനെ കുറിച്ച് പറയുന്നു, ഇയ്യോബ് പറയാണ്, യഹോവേ, ഞാൻ ഭയപ്പെട്ടതാണ് എനിക്ക് ഭവിച്ചത്. അപ്പോൾ ഇയ്യോബ് ഭയപ്പെട്ടിരുന്നു, എന്റെ കുഞ്ഞുങ്ങളെല്ലാം ഒരനർത്ഥത്തിൽ മരിച്ചു പോകുമോ? എന്റെ സമ്പത്തെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? ആരോഗ്യമുള്ള എന്റെ ശരീരം ദുർമരണത്തിന് അടിമപ്പെട്ടിട്ട് എല്ലാ കണ്ണുകളും എന്നെ നിന്ദിക്കുമോ? സാത്താൻ ദൂരത്തിൽ നിന്ന് മനസ്സിലാക്കി അവൻ ഭയപ്പെട്ടതിൽ കൂടെ അവനെ ആക്രമിച്ചു. ആകയാൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ അറിഞ്ഞുകൊള്ളണമേ, ഭയം ഒരു വലിയ കണിയാണ്. ഏത് കാര്യത്തിലാണ് ഭയപ്പെടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ചിലർ ഏകാന്തത ഭയപ്പെടുന്നു. അവരുടെ വാർദ്ധക്യ ആളുകളെ അഡ്വാൻസ് ആയിട്ട് അവരങ്ങ് ഭയപ്പെടുന്നു. രോഗമില്ലെങ്കിലും അതായിരിക്കാം ഇതായിരിക്കാം എന്നുള്ള രോഗം അവരെ അലട്ടുന്നു. നിങ്ങൾ കരുതിക്കൊള്ളണമേ, അധികം വൈകും മുമ്പ് ആ രോഗം നിങ്ങളെ പിൻഗമിക്കും. നിങ്ങൾ ഭയപ്പെടുന്ന നാളിൽ രോഗമില്ല, ആ രോഗം നിങ്ങളെ ആക്രമിച്ചാണ്, ആ ഭയം നിങ്ങളെ ആക്രമിച്ചാണ് രോഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആകയാൽ ഭയം എന്ന നുകം തകർത്ത് നിങ്ങൾ പുറത്തു വരുവീൻ. എന്താ തിരുവെഴുത്ത് പറഞ്ഞത്? ഞാൻ അവന്റെ നുകക്കയറുകളെ തകർത്ത് പുറത്തു കൊണ്ടുവരും. ഇനി അന്ധകാരത്തിന്റെ നുകം സാത്താൻ ഒരുവന്റെ മേൽ വെച്ച് കെട്ടിയാൽ അടുത്തതായി അവനെ നേരിടുന്ന പ്രതിസന്ധി നിരാശയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഏകാന്തതയും നിരാശയും സഹസഞ്ചാരികളായ ചില മനുഷ്യരുണ്ട്. നിരാശ ഒരു വലിയ വിഷയമാണ്. എന്തിനാ നിരാശപ്പെടുന്നത് സഹോദര ചോദിച്ചാൽ കൈമലർത്തും. പക്ഷെ ഏകാന്തത കിട്ടിയാൽ നിരാശയാണ്. രഹസ്യം എന്തെന്നറിയാമോ? അതിന്റെ പിന്നിൽ ഒരന്ധകാരത്തിന്റെ മുഖമുണ്ട്. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന പ്രിയ ദൈവ വൈതലേ, നിന്റെ കഴുത്തിൽ സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ഏതു മുഖമായാലും യേശു ഇന്ന് രാത്രി അതഴിച്ച് നിന്നെ നിവരെ നിർത്തുവാൻ മഹിമയുടെ രാജാവായി നമ്മുടെ പന്തലിന്റെ നടുവിൽ നിൽപ്പുണ്ട്. നീ വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ അന്ധകാരത്തിന്റെ മുഖത്തിന് അടിമപ്പെട്ടാൽ ഭയം നിന്നെ വേട്ടയാടും. സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? പരീക്ഷയുടെ നാളുകളെ അടുക്കുമ്പോൾ അവർ ഭയപ്പെട്ടു വിറയ്ക്കുകയാണ്. കഠിനാധ്വാനം ചെയ്തവർ പഠിച്ചു, നല്ല ഓർമ്മ അവർക്കുണ്ട്. പക്ഷെ അവസാന നാളിൽ ഭയം അവരെ വേട്ടയാടും. ഭയം വേട്ടയാടുമ്പോൾ അവർ ആ ഭയപ്പെടുന്നതിന് അടിമപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു മനുഷ്യന്റെ ഉയരത്തിലേക്കുള്ള ആ
അവസ്ഥയെക്കുറിച്ച് നാം പഠിച്ചാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഉയർന്ന നിലവാരത്തിലെത്തുവാൻ അവൻ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചാൽ അതിനെ നമുക്ക് 5 ഭാഗങ്ങളായി തിരിക്കാം. 3 കാര്യം ഭൗമിക വിഷയങ്ങളും 2 കാര്യങ്ങൾ ആത്മീയ വിഷയങ്ങളുമാണ്. ഈ ഭൗമിക വിഷയങ്ങളെക്കുറിച്ച് നാം നോക്കുമ്പോൾ, ഒന്നാമത്, ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നമുക്കൊരു ആത്മധൈര്യം ഉണ്ടാകണം. പഠിക്കുന്ന കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നിങ്ങൾക്കൊരു ആത്മധൈര്യം ഉണ്ടാകണം. എനിക്ക് നദിയിൽ നീന്താൻ അറിവില്ല, അല്ലെങ്കിൽ അല്പം മാത്രം അറിയാം, ഒരു വലിയ കവിഞ്ഞൊഴുകുന്ന നദിയാണ്, മറുകരയിൽ നീന്തി പോകേണ്ടിയിരിക്കുന്നു. പക്ഷേ ഞാൻ നീന്തി തുടങ്ങുമ്പോൾ ഞാൻ മറുകരയിൽ എത്തത്തില്ല, ഞാൻ മധ്യേ മുങ്ങിപ്പോകുമെന്ന് എന്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ എത്ര ശക്തിയോടെ തുഴഞ്ഞാലും ഞാൻ മറുകരയിൽ എത്തത്തില്ല. ഞാൻ എന്റെ കരം നിവർത്തി പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരനോട് പറയുകയാണ്, പ്രിയ ബ്രദറെ, എന്റെ കൈയൊന്ന് പിടിച്ചു മടക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഇങ്ങനെ കൈ പിടിച്ചു മടക്കാൻ നോക്കി, എത്ര നോക്കിയിട്ട് ഒക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയാണ്, ബ്രദർ ബാബു, ഞാനിപ്പോൾ ബലഹീനനാണ്, നിനക്ക് എന്റെ കൈ പിടിച്ചു മടക്കാം. ഞാൻ 4 പ്രാവശ്യം ഒന്ന് പറയാമോ, 5ാമത് എന്റെ കൈ പിടിച്ചു മടക്കും. രഹസ്യം എന്തെന്നറിയാമോ? എന്റെ ഹൃദയം വിശ്വസിച്ചത് എന്റെ വാ ഏറ്റു പറഞ്ഞു. എന്റെ വാ ഏറ്റു പറഞ്ഞത് എന്റെ കാതുകൾ കേട്ടു. എന്റെ കാതുകളിൽ കേട്ടത് എന്റെ കൈകളെ ബലഹീനപ്പെടുത്തി. ആകയാൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ എന്തൊന്നിനിറങ്ങി തിരിക്കുമ്പോഴും ഒരാത്മധൈര്യം നമുക്കുണ്ടായിരിക്കണം. അത് ഞാൻ നേടിയെടുക്കും. ആത്മധൈര്യമില്ലെങ്കിൽ നമ്മൾ ആകെ ആടിക്കുഴഞ്ഞു പോകും. എത്രയോ ദൈവമക്കൾക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അവരാകെ ചവിട്ടിക്കൊഴുകയാണ്. ഹരിത് ഒരു തീരുമാനത്തിലെത്തണം, മറുകരയിലെത്തും. മറുകരയിലെത്തുമെന്നുള്ള അറിവോടുകൂടെ വേണം നീ ഓരോ സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കുവാൻ. ഒരുപക്ഷെ കഠിനമായ ആ തിരയിൽ നീ ആഴത്തിൽ മുങ്ങിയാലും നിന്റെ ഹൃദയത്തിലെ ധൈര്യം നിന്റെ ശരീരാവയവങ്ങളെ ബലപ്പെടുത്തി മറുകരയിൽ കൊണ്ടെത്തിക്കും. രണ്ടാമത് ജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് കഠിനാധ്വാനം വേണം. ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും, ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മൾ അഡ്മിഷൻ വാങ്ങി, ഏറ്റവും നല്ലൊരു അഡ്മിഷൻ ലഭിച്ചു, നല്ലൊരു വിഷയത്തിന് നമുക്ക് അവിടെ സീറ്റിംഗ് കിട്ടി എന്ന് പറഞ്ഞ് നാം പോയി കിടന്നു സുഖമായി 8 മണിക്കൂർ എന്നുള്ളത് 16 മണിക്കൂർ ഉറങ്ങിയാൽ പരീക്ഷ വരുമ്പോൾ ആര് പ്രാർത്ഥിച്ചാലും നമുക്ക് വിടുതൽ കിട്ടത്തില്ല. അതിന് കഠിനാധ്വാനം വേണം. ലോകത്തിലെ ശാസ്ത്രത്തിന് അടിസ്ഥാനം ഭാഗിയ സർ ഐസക് ന്യൂട്ടനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് തന്നെ ആട് മേയിച്ചൊരു ആപ്പിളിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ അവന്റെ മൂക്കിലൊരു ആപ്പിൾ വീണു. നമ്മുടെ പിള്ളേരാണെങ്കിൽ ദൈവം തമ്പുരാൻ തന്നതാണ് സ്വോത്രമെന്ന് പറഞ്ഞ് കഴുകാതെ തന്നെ തുണിത്തുമ്പെ തുടച്ചത് അടുത്ത കടി കടിക്കും. എന്നാൽ ഐസക് എന്ത് ചെയ്യുന്നറിയാമോ? മൂക്കേ കൂടെ ഒരഞ്ഞ് താഴോട്ട് പോയ ആപ്പിളൊന്ന് എടുത്തു നോക്കി. ആ ഇംഗ്ലീഷുകാരൻ ജൂതന്റെ വംശത്തിൽപ്പെട്ടവനാണ്, ദൈവഭക്തിയുള്ളവനായിരുന്നു. അവൻ ആപ്പിള് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഒരൊറ്റ ഏറെറിഞ്ഞു. ഇത് അതിവേഗം പോയി ഉയരത്തി എന്ന് കുതിച്ചിട്ട് വീണ്ടും ഉയരത്തിലേക്ക് പൊങ്ങി. അവന്റെ തലമണ്ട പുകയാൻ തുടങ്ങി. ഈ ആപ്പിളിന് എന്തുകൊണ്ട് മേളിലോട്ട് പോയിക്കൂടാ? പിൽക്കാലത്ത് ലോകത്തിൽ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഇംഗ്ലണ്ടിലാണ് തന്റെ ശവകുടീരം. അവിടെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, മാനവരാശിയെ, നിന്റെ സൃഷ്ടാവായ ദൈവം ഇങ്ങനെ ഒരു മനുഷ്യനെ നിനക്ക് ദാനമായി തന്നല്ലോ. ഇന്നത്തെ ശാസ്ത്രീയ പുരോഗതിയുടെ അടിസ്ഥാനം ഭാഗിയിട്ടത് ആ മഹാനായ മനുഷ്യനാണ്. താൻ കഠിനാധ്വാനിയായിരുന്നു. 28 മണിക്കൂറിൽ 26 മണിക്കൂർ റിസർച്ച് ചെയ്യും. നമ്മളെ കൊണ്ടുവെക്കുമോ? പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഓർത്തുകൊള്ളണമേ, നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം ഒന്നാമത് ആത്മധൈര്യം, രണ്ടാമത് കഠിനാധ്വാനമാണ്. 28 മണിക്കൂർ ദിവസമുണ്ടെങ്കിൽ 26 മണിക്കൂർ റിസർച്ച് ചെയ്യും. ഒരു ദിവസം ഐസക്കിനെ സ്നേഹിതൻ കണ്ടപ്പോൾ ഉടനെ അദ്ദേഹത്തോട് ചോദിച്ചു, ഐസക് വിവാഹം കഴിച്ചില്ലേ? തുറിച്ചു നോക്കിയിട്ട് പറയാ, അയ്യോ സ്നേഹിത, ഞാനങ്ങ് മറന്നുപോയി. നമ്മുടെ പിള്ളേരാണ് എന്ത് ചെയ്യും? LKG ചേർക്കുന്ന കാലം തുടങ്ങി അവൻ എന്തെല്ലാം മറന്നുപോയാലും ആ കാര്യം മറക്കാതിരിക്കും. പക്ഷെ ഐസക് കല്യാണം കഴിക്കുന്ന കാര്യം മറന്നുപോയി. പിന്നെ ഈ ഓർമ്മയെല്ലാം കൂടെ കൂടി എല്ലാം കൂടെ അങ്ങോട്ട് മിക്സായി. വാർദ്ധക്യത്തിലെത്തിയപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? വയസ്സാം കാലത്ത് ഒരു ദിവസം സ്നേഹിതരെ എല്ലാം കൂടെ വിളിച്ചു ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കുടിച്ചോണ്ടിരിക്കുമ്പോൾ ചൂടുവെള്ളം തീർന്നുപോയി. അപ്പോൾ ഐസക് പറഞ്ഞു, അയ്യോ ആരോ പറഞ്ഞു ചൂടുവെള്ളം തീർന്നുപോയി, ഇപ്പം ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് ഒറ്റ പോക്ക് പോയതാ. പോയപ്പോൾ അവിടെ നോക്കിയപ്പോൾ കുതിര വെയിലത്ത് നിൽക്കുന്ന കണ്ടു. അവിടുന്ന് കുതിര അഴിച്ചോണ്ട് ആറ്റി കുളിക്കാൻ പോയി. നേരെ അവിടോട്ടങ്ങ് പോയി. സ്നേഹിതർ കുറെ നേരം ഐസക്കിനെ നോക്കിയിട്ട് കണ്ടില്ല.
തിരിച്ചു വന്ന് നോക്കുമ്പോൾ കുതിരയും കുളിപ്പിച്ചിട്ട് ഐസക് കയറി വരുന്നു. പെട്ടെന്നാണ് ഓർത്തത്. കാരണം എന്നറിയാമോ, ഒരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയാത്തതിനപ്പുറം ഓർമ്മയെ ഉപകരിച്ച് കഠിനാധ്വാനം ചെയ്തു. അപ്പൊ ഉയരത്തിലെത്തണമെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ, ഏറ്റവും നല്ല കോളേജിൽ അഡ്മിഷൻ മേടിച്ചിട്ട് വീട്ടിൽ ചെന്ന് ഒരിയാൾക്ക് മൈദാടെ പൊറോട്ടയും അടിച്ച് ശബരിമല സീസണിൽ ആമിയെ അയ്യപ്പോ എന്ന് വിളിക്കുന്ന പോലെ നീ കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയാൽ സ്വർഗത്തിലെ മീഖായേൽ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും ജയിക്കത്തില്ല. ആകയാൽ കഠിനാധ്വാനം ജയത്തിന്റെ ഒരു രഹസ്യമാണ്. ഇനി അടുത്ത വിഷയം എന്നറിയാമോ, ദീർഘക്ഷമ വേണം. ദീർഘക്ഷമ വേണം. ജയത്തിന് ദീർഘക്ഷമ വേണം. ചിലർക്ക് അങ്ങനെ ഒരു ദീർഘക്ഷമയില്ല. ദൈവമക്കളെ, ദീർഘക്ഷമ വേണം. കുട്ടിക്കാലത്ത് കുഞ്ഞുങ്ങൾ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലേ, കൊണ്ടുപോയി റോസക്കമ്പ് നടുന്നത്. സ്കൂളിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു സ്നേഹിതൻ കൊടുക്കുന്ന റോസക്കമ്പും കൊണ്ടുവരും. അവൻ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഒരു മനോഹര സ്ഥലത്ത് നട്ട് ഒരു ചിരട്ട വെള്ളം ഒഴിച്ചു കിടന്നുറങ്ങും. അവന്റെ രാത്രി മുഴുവനുള്ള നിരൂപണം, റോസ കിളിർത്തു, അത് പൂത്തു, ഇങ്ങനെ ചിത്രശലം അതിന് ചുറ്റും വന്നിരിക്കുന്നൊക്കെ സ്വപ്നം കാണും. നന്നേ രാവിലെ എഴുന്നേറ്റ് കണ്ണുമൊക്കെ തുടച്ച് ഓടിച്ചെന്ന് നോക്കുമ്പോൾ റോസക്കമ്പ് ഇപ്പോഴും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അടുത്ത റിസർച്ച് എങ്ങനെയാണെന്നറിയാമോ, ഇത് പറിച്ചു വേര് കിളുത്തോ എന്ന് നോക്കും. പറിച്ചോ വേര് കിളുത്തോ എന്ന് നോക്കും. വേര് കിളുത്തില്ലെന്ന് കണ്ടപ്പോൾ സ്ഥലം യോഗ്യമല്ലെന്ന് കണ്ട് അടുത്ത സ്ഥലത്ത് നടും. അങ്ങനെ മാറ്റിയും മറിച്ചും നട്ട് ഇത് ഉണങ്ങുകയല്ലാതെ ഇത് കിളുക്കത്തില്ല. ദൈവമക്കളെ, വിജയത്തിന്റെ പരമരഹസ്യം നിന്റെ ദീർഘക്ഷമയാണ്. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ നേടുന്നത് വരെ നീ ദീർഘക്ഷമയോടെ ഇരിക്കണം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തന്മാരിൽ ഒരുവനായിരുന്നു ലൂയി പാസ്റ്റർ. ലണ്ടൻ പട്ടണത്തിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ ഈ മഹാനെയാണ് അന്നത്തെ രാജാവ് പ്ലേഗിനെതിരെ മരുന്ന് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത്. അദ്ദേഹം ഇങ്ങനെ റിസർച്ച് ചെയ്ത് പ്ലേഗിനെതിരെ മരുന്ന് തപ്പി യാത്ര ചെയ്ത് ഒടുവിൽ പേപ്പട്ടിക്കെതിരെയുള്ള മരുന്നാണ് കണ്ടുപിടിച്ചത്. ഇദ്ദേഹത്തിന്റെ ആരംഭനാളുകൾ കേട്ടിട്ടുണ്ടോ? മഹാമടയനായിരുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഒരു വലിയ മഹാമടയൻ. അപ്പന്റെ വീട്ടില് ചെറിയ ഈ തോലിന്റെ ജോലിയാണ്. നാട്ടിലെ തോലുകളൊക്കെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് അതുകൊണ്ട് ചെരുപ്പും ബായും ഒക്കെ ഉണ്ടാക്കുന്ന ജോലിയാണ്. അപ്പൊ ഈ ലൂയിസ് പെരി അടുത്തുകൂടും. അപ്പച്ചൻ ചെറിയ ചിങ്കിടിപ്പണിയൊക്കെ ചെയ്തിട്ട് ഒരു 25 പൈസയും കൊടുക്കും. ഇവന് 25 പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആ ലോകത്തോട്ട് ഇങ്ങനെ വണ്ടി വിട്ടു പോയിക്കൊണ്ടിരുന്നു. സാധുവായ അപ്പൻ ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിക്കണം. എത്ര നോക്കിയിട്ടും കുഞ്ഞു പഠിക്കത്തില്ല. ഉന്തിത്തള്ളി എങ്ങനെയോ പല സ്കൂളുകൾ മാറി ഇവനെ 10ാം ക്ലാസ് വരെ കൊണ്ട് എത്തിച്ചു. അടുത്തത് കോളേജ് അഡ്മിഷൻ ഒരു പട്ടണത്തിലേക്ക് പോകുകയാണ്. ലൂയിസും അപ്പനും കൂടെ ആ പട്ടണത്തിൽ കോളേജിൽ ചെന്നു. കോളേജിൽ പ്രിൻസിപ്പാലിന്റെ മുറിയിലേക്ക് കയറി അവിടെ ഇരുന്ന് തന്റെ പേരുകൾ എഴുതി ചേർക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ അവിടുത്തെ പ്രിൻസിപ്പാൽ ഒരു പെൻസിൽ കൊണ്ട് ലൂയിസ് എന്നിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരക്ഷരം അങ്ങ് തെറ്റിപ്പോയി. വീണ്ടും അദ്ദേഹം ആ റബ്ബർ കൊണ്ട് തുടച്ചിട്ട് വീണ്ടും എഴുതാൻ തുടങ്ങി. പെട്ടെന്ന് ഈ ലൂയിസുകാർ ചോദിച്ചു, സാർ ഈ കോളേജിന്റെ പ്രിൻസിപ്പാളല്ലേ? അതെ, ഞാനാണ് ഈ കോളേജിന്റെ പ്രിൻസിപ്പാൾ. അപ്പൊ സാർ എഴുതിയാ തെറ്റുമോ? ഉടനെ അദ്ദേഹം പറഞ്ഞു, എടാ ഞാനല്ല, ലോകത്തിൽ ആരെഴുതിയാലും തെറ്റും. ഈ പെൻസിൽ കൊണ്ട് എഴുതിയാൽ തെറ്റുമെന്ന് കണ്ടിട്ടാണ് കമ്പനിക്കാരൻ ഇതിന്റെ ചോട്ടിൽ റബ്ബർ വെച്ചിരിക്കുന്നത്. ദൈവമക്കളെ, പരാജയം അവസാനമല്ല. ലൂയിസിന് അന്ന് മനസ്സിലായി, ആരെഴുതിയാലും തെറ്റും. ആ അറിവാണ് പിൽക്കാലത്ത് തന്നെ ലോക പ്രശസ്തനാക്കിയത്. ആകയാൽ ജയത്തിന്റെ രഹസ്യം ഒന്ന്, നിന്റെ ആത്മധൈര്യം ജീവിതത്തിലുണ്ടോ, നിനക്കത് നേടിയെടുക്കാം. 2, നേടുന്നത് വരെയുള്ള കഠിനമായി അധ്വാനിക്കണം. 3ാമത്തെ വിഷയം എന്താണെന്നറിയാമോ? അത് ദീർഘക്ഷമയാണ്. ഇന്ന് നമ്മൾ നട്ടിട്ട് നാളെ പറിക്കാൻ ചെല്ലരുത്, പ്രതീക്ഷ അസ്തമിച്ചു പോകും. ദീർഘക്ഷമയോടെ കാത്തിരുന്നാൽ അത് നേടിയെടുക്കാം. ഭൗമീയ മണ്ഡലമാണ് ഞാൻ പറഞ്ഞത്. ഇനി ആത്മീയ മണ്ഡലത്തിലേക്ക് പോകാം. ജയത്തിന് 2 രഹസ്യമുണ്ട്. ഒന്നാമത്തെ രഹസ്യം കർത്താവ് തന്നെ പറഞ്ഞു, താഴ്മയുള്ളവൻ അവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്ന ഏവനും അവൻ ഉയർത്തപ്പെടും. ഇപ്പോൾ ഒരു ബ്രദറിന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. പാസ്റ്റർമാരൊരിക്കൽ തന്റെ വേദനയുമായി ചെന്ന് ഒട്ടകത്തിന്റെ ആഹാരമാണ് തന്റെ ആഹാരമെന്ന് പറയുമ്പോൾ ആ പാസ്റ്റർ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി സന്തോഷത്തിനൊരു മുട്ടായും കൊടുത്ത് നിനക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ഉയർന്ന ശമ്പളം എന്ന് പറഞ്ഞിട്ട് താൻ സന്തോഷത്തോടെ സഹിച്ചതാണ്, താഴ്മയോടെ ഇരുന്നതാണ് തന്റെ ഉയർച്ചയുടെ രഹസ്യം. അപ്പോൾ ദൈവമക്കളെ, താഴ്മ ഒരു രഹസ്യമാണ്, ഉയർച്ചയുടെ രഹസ്യം. ഇനി അടുത്തേതാണെന്നറിയാമോ? 91-ാം സങ്കീർത്തനത്തിൽ ഒരൊറ്റ വാക്ക് എഴുതിയിട്ടുണ്ട്. ഏതെന്നറിയാമോ? എന്റെ നാമത്തെ അറിയുന്നവനെ ഞാൻ ഉയർത്തും. ഹല്ലേലൂയ!
ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഏറ്റു പറയാം, പ്രിയ യൗവനക്കാരെ, നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ്, നീ ദൈവത്തിന്റെ നാമത്തെ അറിഞ്ഞാൽ അവൻ നിന്നെ ഉയർത്തും. അതിന് ഞങ്ങൾ അനുഭവസ്ഥരാണ്. ദൈവത്തിന്റെ നാമത്തെ അറിയുന്നവനെ ഞാൻ ഉയർത്തും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആകയാൽ ഉയർച്ചയുടെ രഹസ്യമിതാണ്. ആത്മധൈര്യം വേണം, കഠിനാധ്വാനം വേണം, ദീർഘക്ഷമ വേണം. ദൈവത്തിന്റെ നാമത്തെ അറിയണം. ദൈവത്തിന്റെയും സഹജീവികളുടെയും മുൻപിൽ നീ താഴ്മയോടെ ജീവിക്കണം. ഉയർച്ച 100% സുരക്ഷിതമാണ്. നമ്മുടെ ഭാരതത്തിന് അഭിമാനിക്കാൻ പറ്റിയ ഒരുവനാണല്ലോ അബ്ദുൽ കലാം. ഭാരതത്തിലെ എത്രയോ ഉയർന്ന ഒരു മനുഷ്യൻ. തന്റെ അഗ്നിച്ചിറകുകൾ എന്നുള്ള പുസ്തകം വായിച്ചാൽ തന്റെ ആരംഭ നാളുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. തന്റെ ജന്മദേശത്ത് നിന്ന് 40 മൈൽ ദൂരം റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്ന് ഒരു ഹിന്ദു സന്യാസിയുടെ അടുക്കൽ ചെന്നാണ് തന്റെ ഉപദേശങ്ങളൊക്കെ തേടിയത്. പട്ടാളത്തിൽ ചേരാനുള്ള ആഗ്രഹത്തോടെ ചെന്ന് ചേർന്നു. പക്ഷേ പട്ടാളത്തിൽ എടുത്തില്ല, നീളം കുറവാണ്. ദുഃഖത്തോടെ താൻ മടങ്ങി 40 മൈൽ നടന്ന് സന്യാസിയുടെ അടുക്കൽ ചെന്നപ്പോൾ സന്യാസി പറഞ്ഞു, കലാം, വിധിയെ പഴിക്കരുതേ, ഈശ്വരന്റെ വിധിയെ നീ പഴിക്കരുത്. ഇതിന്റെയൊക്കെ പിന്നിൽ ഈശ്വരനൊരു പദ്ധതിയുണ്ട്. ആ സന്യാസിയാണ് തന്നെ ശാസ്ത്രമണ്ഡലത്തിലേക്ക് വഴിതിരിച്ചുവിട്ട് സാമ്പത്തികമായി പിന്നണിയിൽ നിന്ന് അദ്ദേഹത്തെ സഹായിച്ചത്. നമുക്കിപ്പോൾ എറണാകുളത്ത് ഗോതിരത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു വേലയുണ്ട്. ആ സ്ഥലം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഒരു ശുശ്രൂഷകൻ വേലയ്ക്ക് വന്നപ്പോൾ തന്റെ വീതമാണ്. തന്റെ കുടുംബത്തിൽപ്പെട്ട കളത്തിൽ ഫാദർ ജോസഫാണ് ഇദ്ദേഹത്തിന് പഠിക്കുവാൻ ആവശ്യമാർന്നതെല്ലാം കൊടുത്തത്. അങ്ങനെ അദ്ദേഹം ലോകത്തിൽ മഹാനായി. കാരണം തന്റെ എളിമത്തമാണ്. തന്റെ എളിമത്തം ഒരിക്കലും മറന്നിട്ടില്ല. ഉയരങ്ങളുടെ രഹസ്യം: 1 ആത്മധൈര്യം, 2 കഠിനാധ്വാനം, 3 ദീർഘക്ഷമ, 4 നിന്റെ താഴ്മ, 5 നീ ദൈവത്തെ അറിയുന്നുവോ, ദൈവം നിന്നെ ഉയർത്തും. അതിന് യാതൊരു മാറ്റവുമില്ല. ആകയാൽ ഉയരങ്ങളിലേക്ക് പറക്കേണ്ടതിന് ആവശ്യമുള്ള ചിറകുകളാണ് നാം ചിന്തിച്ചത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ അന്ധകാരത്തിന്റെ മുഖം നമ്മെ അടിമപ്പെടുത്തിയാൽ നമ്മെ വേട്ടയാടുന്ന ഒന്നാമത്തേത് ഭയമായിരിക്കും. ഭയങ്കര ഭയം. എന്തിനെന്നറിഞ്ഞുകൂടാ. ഏകാന്തതയെ ഭയപ്പെടുന്നു, രാത്രിയെ ഭയപ്പെടുന്നു, ആളുകൾ കൂട്ടത്തോടെ നിൽക്കുന്ന കണ്ടാൽ ഭയപ്പെടുന്നു, രക്തം കണ്ടാൽ ഭയപ്പെടുന്നു, അയ്യോ ബന്ധുമിത്രാദികളെ കണ്ടാൽ പോലും ഭയപ്പെടുന്നു. ഏതൊക്കെയോ അനർത്ഥം വരുമോ എന്ന് അഡ്വാൻസ് ആയിട്ട് അവർ പ്ലാൻ ചെയ്ത് ഭയപ്പെടുന്നു. ഞാൻ രോഗിയാകുമോ, എന്റെ കുഞ്ഞുങ്ങൾക്ക് അനർത്ഥം വരുമോ, അയ്യോ ഞാൻ അനാഥപ്പെട്ടു പോകുമോ, എന്റെ കുടുംബജീവിതം തകരുമോ, കർത്താവേ എന്റെ ആരോഗ്യം നഷ്ടപ്പെടുമോ, സാത്താൻ എന്നെ വേട്ടയാടുമോ. പ്രിയ ദൈവ വൈദ്യരെ, ഇത് ദൈവത്തിങ്കൽ നിന്നല്ല, നിന്റെ പ്രതിയോഗിയായ സാത്താൻ നിന്റെ കഴുത്തിൽ വെച്ച് മുറുക്കിയ അന്ധകാരത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് സാത്താൻ ഈ ഭയം നിന്റെ ഹൃദയത്തിൽ വിതറുന്നു. ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കരമായ നിരാശയാണ്. എന്തിനെന്നറിഞ്ഞുകൂടാ. നിരാശ വേട്ടയാടി. ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ അനേകരെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായി കൊണ്ടുവരാറുണ്ട്. എന്താ സംഭവം എന്ന് അവർക്കും അറിഞ്ഞുകൂടാ. നിരാശ. എന്തിനാണ് മോനെ നിരാശപ്പെടുന്നത് അതറിഞ്ഞുകൂടാ. അടുത്ത കാലത്ത് ഞാനൊരു കുഞ്ഞിനെ കണ്ടു. അവൻ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. അമ്മയൊരു ടീച്ചറും അപ്പനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനുമാണ്. ഇവൻ ഒരേ 2 കുഞ്ഞുങ്ങളാണ്. മോൻ ഒരാൾ MBBS പഠിക്കുന്നു. ഇവനൊരു മൂത്ത മകനാണ്. അവനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. വിഷയം എന്താന്ന് ചോദിച്ചാൽ അവനങ്ങ് നിരാശയാണ്. ഞാൻ ചോദിച്ചു, മോനെ എന്താ നിരാശ? അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആകെ നിരാശയാണ്. ആരും എന്നെ സ്നേഹിക്കുന്നില്ല. ഞാൻ കോളേജിൽ പോയാൽ പഠിച്ചാൽ ജയിക്കത്തില്ല. അയ്യോ എന്റെ ജന്മം എന്തിനായി പോയി, ദൈവമേ എന്തിനാണ് ഞാൻ ജനിച്ചത്? ഇതിന്റെ പിന്നിൽ ആരാണെന്നറിയാമോ? ഒരന്ധകാരത്തിന്റെ മുഖമുണ്ട്. ദൈവമക്കളെ, ഇന്ന് രാത്രി നീ ആ മുഖം കുടഞ്ഞു പുറത്തു വരണം. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? നിന്റെ മുഖക്കയറഴിച്ച്, നിന്റെ മുഖമൊടിച്ച് ഞാൻ നിന്നെ നിവരെ നിൽക്കുമാറാക്കും. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രിയിൽ പാപത്തിന്റെ മുഖം ചുമക്കുന്നെങ്കിൽ കർത്താവായ യേശുവിനെ നോക്കി പാപക്കറകളെ ഏറ്റുപറഞ്ഞ് നീ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ഇതുപോലെ അന്ധകാരത്തിന്റെ മുഖത്തിന് നീ അടിമയാണെങ്കിൽ ആ മുഖം കുടഞ്ഞ് നീ പുറത്തു വരണം. ഇല്ലെങ്കിൽ നീ ഭയത്തിനും നിരാശയ്ക്കും. അടുത്തത് സംശയമാണ്. സംശയം എന്നൊരു പിശാച്.
ആ പിശാച് ഭയങ്കര ദോഷം ചെയ്യും. കുടുംബങ്ങളെ തകർക്കും, ബന്ധങ്ങളെ തകർക്കും, സഹോദരങ്ങളെ ഐക്യങ്ങളെ തകർക്കും. വിശുദ്ധന്മാരുള്ള ബന്ധങ്ങൾ തകർന്നു പോകും. സംശയം അതൊരു വലിയ പിശാചാണ്. എല്ലാറ്റിലും സംശയമാണ്. എന്ത് കണ്ടാലും എതിലെ പോയാലും സംശയത്തിന്റെ ആത്മാവ്. ദോഷം എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുടുംബങ്ങൾ കലങ്ങുന്നു, സഹോദരങ്ങളുടെ ഐക്യങ്ങൾ നഷ്ടപ്പെടുന്നു, മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളോട് തെന്നി മാറുന്നു. രഹസ്യമെന്ത്? അന്ധകാരത്തിന്റെ മുഖം നിന്റെ കഴുത്തിലിരിക്കുന്നുവോ? ഭയവും നിരാശയും സംശയവും നിന്നെ വേട്ടയാടും. ഇന്ന് രാത്രി അത് കുടഞ്ഞ് നമുക്ക് പുറത്തിറങ്ങി വരാം. എല്ലാം വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. നമ്മുടെ കർത്താവ് കല്ലറവാതിക്കൽ നിന്ന് ആ ലാസറിനെ നോക്കിക്കൊണ്ട് യഹൂദന്മാരോടൊരു വാക്ക് പറഞ്ഞു, ഇവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോയിക്കൊള്ളട്ടെ. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നത്, അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോയിക്കൊള്ളട്ടെ. അടുത്തതായി നാം തിരുവെഴുത്തിൽ കടന്നു വരുമ്പോൾ അടുത്ത മുഖം ശാപത്തിന്റെ മുഖമാണ്. ശാപം ഒരു മുഖമാണ് ദൈവമക്കളെ. വേദപുസ്തകത്തിൽ ശാപത്തിന്റെ മുഖം ചുമന്ന് അനേകരെ കാണാം. വയോധ്യനായ ഇസഹാക്ക് തന്റെ വാർദ്ധക്യ നാളിൽ തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ തന്റെ പദ്ധതികളൊക്കെ പാളിപ്പോയി. അമ്മയുടെ സഹായം കൊണ്ട് യാക്കോബ് അനുഗ്രഹം നേടിയെടുത്തു. അനന്തരം ഏശാവ് ദൂരദേശത്തുനിന്ന് വന്നു. അപ്പന്റെ ഇഷ്ട ആഹാരമായ കാട്ടിറച്ചി നന്നായി പാചകം ചെയ്ത് അപ്പന്റെ കാൽക്കൽ കൊണ്ടുവച്ചു. അപ്പച്ചാ, ഇത് ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അപ്പനാകെ ഞെട്ടിവിറച്ചുപോയി. അയ്യോ മോനെ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. മുമ്പ് എന്റെ അടുക്കൽ വന്നത് ആരാണ്? അത് അപ്പച്ച യാക്കോബാണ്. അയ്യോ, എനിക്ക് അനുഗ്രഹമെല്ലാം തീർന്നുപോയി. അവൻ കേണപേക്ഷിക്കാൻ തുടങ്ങി. അവൻ അപ്പന്റെ കാൽക്കൽ വീണു. അവസാനം അവനൊരു ചോദ്യം ചോദിച്ചു, അപ്പാ എനിക്കൊന്നുമില്ലയോ? ചോദ്യത്തിന് മറുപടിയായി കണ്ണു കാണാത്ത വയോധ്യനായ അപ്പൻ അവന്റെ തലയിൽ കൈവച്ചിട്ടൊരു വാക്ക് പറഞ്ഞു, നിന്റെ സഹോദരന്റെ മുഖത്തിന്റെ കയർ അഴിഞ്ഞു പോകും. അപ്പോൾ നീ കുടഞ്ഞു പുറത്തു വരണം. ഹല്ലേലൂയ! ഇന്ന് രാത്രി നീ ഓർത്തുകൊള്ളണമേ, ശാപം ഒരു മുഖമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ 27-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തില് ഏശാവിനോട് പറയുന്നു, നിന്റെ സഹോദരന്റെ മുഖത്തിന്റെ കെട്ടഴിയും, അപ്പോൾ നീ മുഖം കുടഞ്ഞ് പുറത്തിറങ്ങി വരണം. വായിച്ചാട്ടെ. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും. അടുത്തത്, നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ നുകം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയണം. പക്ഷെ ആര് കെട്ടഴിക്കുമെന്ന് ഈ വയോധ്യൻ മോനോട് പറഞ്ഞില്ല. ആര് നിന്റെ കെട്ടഴിക്കുമെന്ന് പറഞ്ഞില്ല. കെട്ടഴിയുമ്പോൾ നുകം അങ്ങ് കുടഞ്ഞോണം. ഇത്രയും ശാപം അന്ന് മോനെ നിന്നെ വിട്ടുപോകും. കാര്യം അനിയനെ ആളറിയാതെ പറഞ്ഞതാ, നിന്റെ സഹോദരൻ നിന്നെ സേവിക്കും. ചേട്ടനാണ് നീ ആരിച്ച് അനിയനോട് പറഞ്ഞതാ, സേവിക്കാതിരിക്കാൻ ഒക്കുവോ? വാർദ്ധക്യത്തിൽ പറഞ്ഞതാണ്. നീ അവനെ ഭരിക്കും, നീ അനുഗ്രഹിക്കപ്പെടും, അവൻ ശപിക്കപ്പെടും. ശാപത്തിന്റെ വാണ്ടക്കെട്ടും ചുമന്ന് ദുഃഖിതനായ ഏശാവ് അപ്പന്റെ അടുക്കൽ വന്നിട്ട് കരയുന്നു, അപ്പോ എനിക്കൊരു വിടുതലില്ലയോ? ചോദ്യത്തിന് മറുപടി അപ്പൻ പറഞ്ഞു, മകനെ, അവന്റെ മുഖത്തിന്റെ കയറഴിയും, അപ്പോൾ നീ കുടഞ്ഞു കളഞ്ഞ് പുറത്തിറങ്ങിപ്പോരണം. അപ്പൊ ശാപം ഒരു മുഖമാണ്. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും പാപത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ശാപം ചുമന്ന് പിതാക്കന്മാരുടെ അകൃത്യ നിമിത്തം നിന്റെ കുടുംബവും നിന്റെ കുഞ്ഞുങ്ങളും വേദനപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ മുഖം കുടഞ്ഞ് പുറത്തിറങ്ങി വരണം. നീ മുഖം കുടഞ്ഞ് നീ പുറത്തിറങ്ങി വരണം. നിന്റെ മുഖക്കയറഴിക്കുവാൻ ദൈവം ഒരുക്കമാണ്. ഇനി അടുത്തതായി, അപ്പൻ മരിക്കാൻ കിടന്നപ്പോൾ ഒരു സന്തതിയെ ശപിച്ചു. ശാപം കേട്ടാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. അത് യാക്കോബാണ്. യാക്കോബ മിസ്രൈമിൽ കിടന്ന് മരിക്കാൻ കിടക്കുകയാണ്. അപ്പൊ മക്കളെല്ലാം വന്നു, കൊച്ചുമക്കൾ ചുറ്റും നിൽക്കുകയാണ്. വയസ്സിന്റെ കണ്ണൊക്കെ കുഴിഞ്ഞാകെ തകർന്നിരിക്കുകയാണ്. അപ്പൊ മക്കളെല്ലാം വന്നു. മൂത്ത മോൻ വന്നു, കൈകൂപ്പി നിന്നു. അപ്പൊ ആരോ കൊച്ചുമക്കളോട് ചോദിച്ചു, പ്രീമോ മനുഷ്യ ആരേലും ആയിരിക്കും കൂടെ നിൽക്കുന്നത്? ആരാടാ മോനെ വന്നത്? അത് രൂപേനപ്പച്ചനാന്ന് പറഞ്ഞു. രൂപേനപ്പച്ചൻ വന്നോണ്ട് പറഞ്ഞു, രൂപേനെ, നീ എന്റെ ആദ്യജാതനാ. എന്നാൽ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ഒരിക്കലും ശ്രേഷ്ഠനാകത്തില്ല. ഏറിയ വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിന്റെ യാക്കോബിന്റെ കൂടാരത്തിൽ സംഭവിച്ചൊരു പാപം യാക്കോബ് അന്ന് ഉച്ചരിക്കാതെ മരണനാളിൽ മോനോട് പറഞ്ഞു, നീ ഒരിക്കലും ശ്രേഷ്ഠനാകുകയില്ല. തൊട്ടുപറ യഹൂദ വന്നു. കൊച്ചുങ്ങളോട് ചാരടാ വന്നു. അത് യഹൂദാപ്പച്ചനാ വന്നെന്ന് തോന്നുന്നു. എടാ യഹൂദേ, നീ ശ്രേഷ്ഠനാകും, നീ മാന്യനാകും. ജാതികളുടെ ഭയം നിന്നോടാണ്. നിന്നിൽ നിന്നൊരു ഉദയ നക്ഷത്രം ഉദിക്കും. അവൻ വന്ന് കഴുതയെ കൊണ്ടുവന്ന് മുന്തിരിവള്ളിയോടുകൂടെ കെട്ടും.
മശിഹായുടെ ജനനത്തെക്കുറിച്ച് ഇപ്പോൾ യഹൂദിയോട് പറഞ്ഞു. ശരിയപ്പച്ച എന്ന് പറഞ്ഞ് തലകുനിച്ചു. ഇനി 2 ചേട്ടന്മാർ വന്നു, ശിമിയോനും ലേവി. ശിമിയോനും ലേവിയും പണ്ടേ അവന്മാർ ഉടക്കന്മാരാ, അവരെന്ത് കാര്യത്തിനും ഉടക്കുണ്ടാക്കും. ശിമിയോനും ലേവിയും വന്നു. അപ്പൊ ആരാണ്ട് ചോദിച്ചു, അത് ചോദിച്ചു യാക്കോബ് ചോദിച്ചു, ആരടാ വന്നിരിക്കുന്നത്? അത് ശിമിയോനും ലേവിയും അപ്പച്ച എന്ന് പറഞ്ഞു. ഒരൊറ്റ ശാപം. എടാ ശിമിയോനെ, ലേവിയെ, നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. എഴുതിയിരിക്കും, നിന്റെ ആയുസിൽ നീ ഗുണം പിടിക്കത്തില്ല. നീ നിന്റെ ഉഗ്രകോപവും ശപിക്കപ്പെട്ടതാണ്. നീ ദുഷ്ടത ചെയ്തവരാണ്. അടുത്ത വാക്ക്, ഇസ്രായേലേ, നിന്റെ യോഗത്തിൽ ഇവനെ കൂട്ടരുത്, നിന്റെ ഗണത്തിൽ ഇവനെ എണ്ണരുത്. ഇവനെല്ലാ കാലത്തും ശപിക്കപ്പെട്ടു. കാരണം എന്നറിയാമോ? വർഷങ്ങൾക്ക് മുൻപ് സഹോദരി ദീനായോട് ആ അന്യജാതിക്കാരൻ ചെയ്ത ദോഷത്തിന് അബ്രഹാമിന് കൊടുത്ത പ്രമാണം ഉപയോഗിച്ച് ഉപായം പ്രയോഗിച്ച് ഒരു പട്ടണവാസിയെ രാത്രി കൊന്നവനാ. ഇവർ ഭയങ്കരമാരാ, ചേട്ടനും അനിയനും മൂർച്ചയുള്ള വാളുള്ളവന്മാരാണ്. അവൻ ശാപവും മേടിച്ചുകൊണ്ട് പോയി. കുഞ്ഞുങ്ങളെല്ലാം വന്നു പോയി. സിമിയോനും ലേവിയും കൂടെ കമ്പനി കൂടിയാ ചെന്നത്. രണ്ടിനും അവിടെ നമ്മൾ വായിച്ചാൽ അത്ഭുതപ്പെട്ടു. അപ്പനൊരൊറ്റ ശാപം ശപിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 47 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ വരുമ്പോൾ വായിക്കണ്ട, അവിടെ ഇങ്ങനെ പറയുന്നു, നീ ശപിക്കപ്പെട്ടവൻ, നിന്റെ ഉഗ്രകോപം ശപിക്കപ്പെട്ടതാ. ഇസ്രായേലിന്റെ യോഗത്തിൽ നിന്നെ കൂട്ടത്തില്ല. ശാപത്തിന്റെ ഭാരം ചുമന്നവർ യാത്രയായി ഏറിയ വർഷം ശപിക്കപ്പെട്ടു കിടന്നു. എന്നാൽ വിടുതനൊരു കാലമുണ്ടായി. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അവർ ചെങ്കടൽ കടന്നു. അവർ മരുഭൂമിയിലേക്ക് വന്നു. മോശ സീനായിലേക്ക് കയറിപ്പോയി. അവിടെ നിന്ന് പ്രമാണവുമായി ഇറങ്ങി വന്നു. അവൻ ഇറങ്ങി വരുമ്പോൾ പാളയം പാപം അണപൊട്ടി ഒഴുകുകയാണ്. യഹോവയുടെ മുൻപാകെ ജനം നഗ്നമായി തീർന്നു. മോശയുടെ കോപം ജ്വലിച്ചു. അവൻ കൽപ്പലക രണ്ടും ഭൂമിയിലേക്ക് എറിഞ്ഞു. അനന്തരം അവനൊരു വാക്ക് പറഞ്ഞു, യഹോവയുടെ പക്ഷത്ത് ആരുണ്ട്? അവൻ ഇങ്ങോട്ട് മാറി നിൽക്കേ എന്ന് പറഞ്ഞു. ആര് മാറി എന്നറിയാമോ? ഈ ലേവി മാറി നിന്നു. എന്തൊരത്ഭുതമാണ്! അപ്പൻ അവനെ ശപിച്ച് നീ ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് അവന്റെ മുതുകത്ത് മുദ്ര കുത്തി ചേട്ടന്മാരുടെ കുടുംബയോഗത്തിൽ നിന്ന് ഇവനെ ഒഴിവാക്കി ശപിക്കപ്പെട്ടവരാ. പക്ഷെ എന്തെന്നറിയാമോ? മോശ പാളയത്തിൽ ഇറങ്ങി വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, യഹോവയുടെ പക്ഷത്താരുണ്ട്? ചോദ്യം പാളയത്തിൽ മുഴങ്ങി. ലേവി പറഞ്ഞു, ഞാനുണ്ട്. വാളെടുക്കുവിൻ, അരയ്ക്ക് കെട്ടുവിൻ, പാളയത്തിൽ പോകുവിൻ, കർണ കൂടാതെ പാപത്തെ വെട്ടുവിൻ. മോശയുടെ വാക്ക് ശിരസ വഹിച്ച ലേവി അവന്റെ മുഖം കടഞ്ഞു. അവൻ പുറത്തിറങ്ങി വന്നു. പിൽക്കാലത്ത് ഇസ്രായേലിനൊരു യോഗം കൂടണമെങ്കിൽ ലേവിയില്ലാതെ കൂടാനൊക്കത്തില്ല. അപ്പം പറഞ്ഞത് നിന്റെ കുടുംബയോഗത്തിൽ കൂട്ടരുതെന്ന. ഇപ്പം കുടുംബയോഗം കൂടണമെങ്കിൽ ഈ ശപിക്കപ്പെട്ടവൻ വേണം. എന്താ കാരണം എന്നറിയാമോ? അവന്റെ വേർപാട്. അവൻ വേർപെട്ടു വന്നു. പുറപ്പാട് പുസ്തകം 32:26 വരുമ്പോൾ അവൻ അവിടെ പാളയത്തിൽ മോശ ചോദിച്ചു, യഹോവയുടെ പക്ഷത്ത് ആരുണ്ടെന്ന് ചോദിച്ചു. 11 ഗോത്രം യഹോവയുടെ പക്ഷത്തിൽ അപ്പുറത്തോട്ട് പോയി. ഇപ്പൊ ഈ ശപിക്കപ്പെട്ടവനുണ്ട്. അപ്പൻ ശപിച്ച് ഇസ്രായേലിന്റെ ഗണത്തിൽ തള്ളിയ എന്റെ അഭിപ്രായത്തില് ലേവിയുടെ കൂടെ ശിമിയോനും കൂടെ കൂടിയാൽ മതിയായിരുന്നു. ലേവിയുടെ കൂടെ ശിമിയോനും കൂടി വാളൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു തൂമ്പ കയ്യെങ്കിലും എടുത്താൽ മതിയായിരുന്നു. അവനും എന്തെങ്കിലും ഒഴിവ് കിട്ടിയേനെ. പക്ഷെ അവൻ എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. അവൻ പിന്നെ ആ ചാവ് മേടിച്ചുകൊണ്ട്, ലേവി ഭയങ്കര വാക്കാണ്. അവൻ വാളെടുത്തു, അരയ്ക്ക് കെട്ടി, അവൻ പാളയത്തിലേക്ക് പോയി, കാരണം കൂടാതെ വെട്ടി. യഹോവ പറയാണ്, മോശേ, ഞാൻ അവന്റെ വിശുദ്ധിയുടെ എരിവ് കണ്ടു. പൗരോഹിത്യം അവനും അവന്റെ സന്തതിക്ക് ഞാൻ കൊടുത്തു. ഇസ്രായേലേ, നിനക്കൊരു യാഗം അർപ്പിക്കണമെങ്കിൽ, നിനക്കൊരു കുടുംബ പ്രാർത്ഥന നടത്തണമെങ്കിൽ, നിനക്കൊരു കുടുംബയോഗം വേണമെങ്കിൽ ഇപ്പൊ ആര് വേണമെന്നറിയാമോ? നിന്റെ യോഗത്തിന് കൂട്ടരുതെന്ന് പറഞ്ഞ ലേവി വേണം. രഹസ്യമെന്ത്? അവൻ യഹോവയുടെ പക്ഷത്ത് മാറി നിന്ന് മൂർച്ചയുള്ള വാളെടുത്ത് ഇന്ന് രാത്രി ശാപത്തിന്റെ കെട്ടിച്ചുമന്ന് വർഷങ്ങളായി നീ അന്ധകാരത്തിന് അടിമയാണെങ്കിൽ ദൈവത്തിന്റെ വചനമെന്ന വാളെടുത്ത് നീ പാളയത്തിൽ ഇറങ്ങി വന്നാൽ ഈ രാത്രി നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ശാപം നിനക്ക് അനുഗ്രഹമാകും. നീ സകല ജാതികൾക്കും ഒരു അനുഗ്രഹം മാത്രമായിരിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ ശാപം ഒരു വലിയ നുകമാണ്. ശാപം കുടഞ്ഞു കളയാം. എന്നാൽ യേശാവ് കുടഞ്ഞില്ല. ദൈവമക്കളെ, യാബോക്ക് നദീതീരത്ത് വെച്ച് ചേട്ടനും അനിയനും കൂടെ കണ്ടു. യാക്കോബാണെങ്കിൽ ആകെ കാല് ഉളുക്കി എന്തി വരിക. അങ്ങോട്ട് ചെല്ലാനൊക്കത്തില്ല.
ലാബാൻ എന്ന അമ്മായിയപ്പനെ അവിടുന്ന് ആകുന്ന വെട്ടിച്ചോണ്ടാ പോരുന്നേക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഒരു കൽക്കൂന നാട്ടിയിട്ടാ വന്നിരിക്കും. ഇങ്ങോട്ട് ചെല്ലാൻ വയ്യ. ചേട്ടൻ 400 പേരോടുകൂടെ വരികയാണ്. അപ്പൊ ലേയും പിള്ളേരും ഉണ്ട്. ലേയൊന്നും പണ്ടേ ഇട്ടൊന്നും അല്ല, പിന്നെ എന്ത് ചെയ്താനെ, ഗതികേടിന് കിട്ടിയതാ. അപ്പൊ ഇപ്പം ഇദ്ദേഹത്തിന്റെ പരിപാടി നോക്കിക്കോണം. ലേയും പിള്ളേരെ അക്കരെ കടത്തി എന്നാ പറയുന്നത്. ലേയും പിള്ളേരെ അക്കരെ കടത്തി. ഇനിയും ചേട്ടൻ ആകെ മേടം ഉണ്ടാക്കുകയാണെങ്കിൽ റാഹേലിനെയും പിള്ളേരെയും കൊണ്ട് ഓടണം. അതാണ് എൻ്റെ. അപ്പൊ ഇവൻ ഗുണം പിടിക്കുകയല്ലെന്ന് മനസ്സിലാക്കിയ ദൂതൻ തുടക്കി കയറി പിടിച്ചത്. ഇപ്പൊ അയ്യോ പൊത്തോ ഇല്ല, സമ്മതിക്കാലോ. ഇവൻ ആള് ഭയങ്കര വില്ലനാ. അത് ദൈവം തമ്പുരാൻ അറിയാം. അപ്പൊ ദൈവം ഇവനെന്ത് ചെയ്യുന്നു അവിടെ വായിച്ചറിയാം. ലേ മക്കളെ അക്കരെ കടത്തി. കുറെ ആടുമാടിനെയും നടു ഒടിഞ്ഞതും ചെവി മുറിഞ്ഞതും ഇടതളന്നെല്ലാം കൂടെ അക്കരെ കെട്ടി വെച്ചിരിക്കുക. അവൻ മേശകൾ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യണം, തിരിച്ചതും കൊണ്ട് ഓടണം. അങ്ങോട്ട് ചെല്ലാനൊക്കെ ഇങ്ങോട്ട് ഒക്കുകയില്ല. ഇതറിഞ്ഞപ്പോൾ ദൂതൻ കയറി തുടക്കി അങ്ങ് പിടിച്ചു. പോയി നടക്കാനും വയ്യ, ഓടാൻ വയ്യ. അല്ലെങ്കിൽ ആവശ്യത്തിന് അവൻ ഏഷ്യാട് നമ്മുടെ ഉഷ ഓടുന്ന പോലെ ഓടുന്ന, പക്ഷേ ഇപ്പോൾ ഓടാനും വയ്യ, ആകെ ഗതികേടായി. അപ്പൊ ഏശാവ് വന്നു. ഏശാവിനെ മുഖാമുഖം കണ്ടു. അപ്പോൾ വേണമെങ്കിൽ ഏശാവിന് കൊടയാം. ഏശാവിന് പറയാം, യാക്കോബ്, നീ എന്നെ 2 പ്രാവശ്യം വഞ്ചിച്ചില്ലേ? നീ ഒരിക്കൽ എന്റെ ജ്യേഷ്ഠാവകാശം ചുമന്ന പായസം തന്നു വാങ്ങിയില്ലേ? വയോധ്യനായ എന്റെ അപ്പച്ചനെ കളിപ്പിച്ച് എന്റെ അനുഗ്രഹം നീ മേടിച്ചില്ലേ? അത് നീ എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ 1000 വട്ടം കൊടുക്കാൻ യാക്കോബ് തയ്യാറാ. കാര്യം എന്താ? ഗതികേടി കിടക്ക്. എന്റെ പൊന്നു ചേട്ടാ, ജ്യേഷ്ഠാവകാശമല്ല, അതിന്റെ പലിശ കൂടെ ഞാൻ തന്നേക്കാന്ന് പറയും. പക്ഷേ ഏശാവ് അത് നിസ്സാരമാക്കി. രണ്ടും കൂടെ തമ്മിൽ കാണുന്നൊരു ഭാഗമുണ്ട്. മുഖാമുഖം കണ്ടു. ദേഹം പോയി 7 പ്രാവശ്യം അങ്ങ് വീണു. 7 പ്രാവശ്യം വീണിട്ട് പറഞ്ഞു, അയ്യോ യജമാനനെ, നിന്റെ മുഖം ഒരു ദൂതന്റെ മുഖം പോലെയാണ് ഞാൻ കാണുന്നത്. ഇവന്റെ സോപ്പിംഗ് ആണെന്ന് അവൻ അറിയത്തില്ല. ചിലവനിട്ടുണ്ടല്ലോ, ഉമ്മാന്ന് സോപ്പ് തേച്ച് കൊടുത്താൽ മതി, അവനങ്ങ് 110 കയറിക്കോളും. അവൻ കൊല്ലാം വെട്ടിക്കീറാൻ വന്നതാ. ഇവൻ ഭയങ്കര പറയും, അവൻ കാൽക്കലോട്ട് വീണിട്ട്, പൊന്നജമാനന് അവന്റെ മുഖം എങ്ങനെയാ ദൈവദൂതന്റെ മുഖം പോലെ? അവൻ ജ്യേഷ്ഠാവകാശവും കളഞ്ഞ് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുത്തി അനുഭവിക്കാൻ കഴിയാത്തവന്റെ മുഖം തല്ലുകൊള്ളാതിരിക്കാൻ ഏത് പരിപാടി എടുക്കും. ഇപ്പൊ പറഞ്ഞു, അങ്ങയുടെ മുഖം ദൈവദൂതന്റെ മുഖം പോലെയാണ്. അപ്പൊ ആകെ നോക്കി, മൊത്തം നോക്കി തപ്പി നോക്കി, ദൂതന്റെ മുഖം പോലോ? ശരി മോനെ, ഇത് പിന്നെ മോനേന്നാ വിളിച്ചടുത്ത്. മോനെ, ഈ ആടാർക്കാ? അത് ചേട്ടനാണ്. മോനെ എനിക്ക് വേണ്ട, മോനെടുത്തോളാൻ പറയും. പ്രശ്നം എന്ത്? എന്നാലും അന്ന് അവിടെ വെച്ച് നമുക്കണ്ടേ, അന്നേരം പറയണ്ടേ, എടാ യാക്കോബേ, നീ വെട്ടിച്ചു പോയതാ, നീ എന്റെ ജ്യേഷ്ഠാവകാശം ഇതാ. കൊടുക്കാതിരിക്കാൻ നോക്കുമോ? നീ ആ ജ്യേഷ്ഠാവകാശം ഇതാ, തന്നേ നോക്കൂ. 2, നീ എന്റെ അപ്പച്ചൻ്റെ എനിക്കുള്ളത് മേടിച്ചില്ലേ? ആ മുഴുവൻ അനുഗ്രഹവും ജ്യേഷ്ഠൻ്റെതാണെന്ന് പറഞ്ഞില്ല. യേശാവ് അത് നിസ്സാരമായി കണ്ടു. എന്നാൽ ലേവി എന്ത് ചെയ്തെന്നറിയാമോ? അവന് കൊടയാനിടം കിട്ടി. പാളയത്തിൽ ഒരു ശബ്ദമുണ്ട്, യഹോവയുടെ പക്ഷത്താരുണ്ട്? 11 ഗോത്രങ്ങൾ ഒരു ഭാഗത്തേക്ക് പോയപ്പോൾ വാൾ ഊരി പിടിച്ചൊരു ഗോത്രമുണ്ട്. അത് ലേവ്യ ഗോത്രമാണ്. ഇസ്രായേലേ, നിനക്ക് യോഗം കൂടണമെങ്കിൽ ഇപ്പോൾ ലേവ്യ ആവശ്യമാണ്. ഇന്ന് രാത്രി ആരെങ്കിലും പിതാക്കന്മാരുടെ ശാപത്തിന്റെ നുകത്തിന് അടിമപ്പെട്ട് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഉണ്ടെങ്കിൽ, നീ ദൈവത്തിന്റെ വചനം എന്ന വാളെടുത്ത് പാളയത്തിൽ പുറപ്പെട്ടു പോയാൽ നീ സകല ജാതിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ ശാപത്തിന്റെ നുകം കുടഞ്ഞ് നമുക്ക് പുറത്തിറങ്ങി വരാം. ഇനി അടുത്തതായി നാം തിരുവെഴുത്തിൽ നോക്കുമ്പോൾ അത് ജാതികളുടെ നുകമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വരുമ്പോൾ, അന്നാൾ ജാതിയുടെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിഞ്ഞു പോകും. എങ്ങനെ? പുഷ്ടി നിമിത്തം. മലയാള ബൈബിളിൽ പുഷ്ടി നിമിത്തം. തമിഴ് ബൈബിളുണ്ടോ? തമിഴ് ബൈബിളിൽ ഒരു നല്ല വാക്കാണ്, നിന്റെ മേൽ പകർന്ന അഭിഷേകത്താൽ ജാതിയുടെ നുകം തകർന്നു പോകും. ഈ ജാതിയുടെ നുകം എന്തെന്നറിയാമോ? ദൈവം നിനക്ക് ചെയ്യുന്ന നന്മകളുണ്ട്. ചിലരെ നമ്മൾ കണ്ടിട്ടില്ലേ, അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവസാനം കൈ നീട്ടി എടുക്കാൻ നേരം കൈ നങ്ങ് പോകും. അത് നമുക്ക് എങ്ങനെ സഹിക്കും? എല്ലാം വരും. 99% കറങ്ങിത്തിരിഞ്ഞിട്ട് ആ 1% ഇവനങ്ങ് വഴുതി പോകും. ഇത് നിന്റെ സ്വസ്ഥതയ്ക്ക് നേരെ നിൽക്കുന്ന ജാതിക നുകമാണ്. കനാന്റെ സ്വസ്ഥത ദൈവം നിനക്ക് തന്നതാണ്. കനാന്റെ അനുഗ്രഹം ദൈവം നിനക്ക് തന്നതാണ്. അതിന് തടസ്സമായി സാത്താനി ജാതികളുടെ നുകം നിന്റെ കഴുത്തിൽ വെച്ച് നീ അധ്വാനിച്ചു, നീ കഷ്ടപ്പെട്ടു, നീ രാപ്പകൽ അതിനായി ഓടി, അവസാന നിമിഷം നിന്റെ കയ്യിൽ നിന്നത് വഴുതി പോകുന്നെങ്കിൽ, പ്രിയ ദൈവ വൈതലേ, ദൈവം നിന്നോട് പറഞ്ഞതെന്നറിയാമോ? നിന്റെ അധ്വാന ഫലം നീ തിന്നും, അത് മറ്റൊരു ായി പോകത്തില്ല. നിന്റെ അധ്വാന ഫലത്തിനെതിരെ ജാതികളെ നുകം നിൽക്കുന്നെങ്കിൽ, അഗ്നി അഭിഷേക
രോഗത്താൽ നീ നുകം കുടഞ്ഞ് പുറത്തിറങ്ങി വരണം. നമ്മുടെ സമയം ഇപ്പോൾ തന്നെ അവസാനിച്ചു. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ രോഗം ഒരു നുകമാണ് ദൈവമക്കളെ. രോഗം ഒരു വലിയ നുകമാണ്. ഇന്ന് രോഗത്തിന്റെ ശക്തിക്ക് അടിമപ്പെടുന്ന ആയിരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഭയത്തിന്റെ പിന്നിലായി രോഗം ആക്രമിക്കും. എത്രയോ പേരെ കണ്ടിരിക്കുന്നു. എന്റെ സഭയിൽ ഇപ്പോൾ ഒരു ബ്രദറുണ്ട്, തോമസ്. അദ്ദേഹത്തിന്റെ അതേ ഒരു സൈഡ് അങ്ങ് തളർന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു തന്റെ തലച്ചോറിനുള്ളിൽ ഒരു ട്യൂമർ, ഒരു 6 mm വലുപ്പമായിരിക്കുകയാണ്. അതിന് ഒരു രക്ഷയുമില്ല, യാതൊരു രക്ഷയുമില്ല. തലയോട്ടികളൊക്കെ ഓപ്പറേഷൻ ചെയ്യാം, നിസ്സാര പൈസയാകത്തുള്ളൂ. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ജീവൻ ഉത്തരവാദിയല്ല. ഞാനത് നേരിട്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും പറഞ്ഞു അതിനപ്പുറം ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയും തരാനില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ മോൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അയ്യോ, ഒരു മോനേ ഉള്ളൂ. എന്നോടും വന്ന് പറഞ്ഞു, അച്ചായ എന്റെ പപ്പ ജീവനോടെ ഇരിക്കുന്ന കണ്ടാ മതി. ആ ഡോക്ടർ പറഞ്ഞെന്നറിയാമോ, വീട്ടിൽ കൊണ്ടുപോയിക്കോ, 3 മാസത്തിനുള്ളിൽ ചാവും, 3 ദിവസത്തിനുള്ളിൽ ചാവും. പ്രിയമുള്ളവരെ, മരിച്ചിട്ടില്ല, ഇന്നും സഭായോഗത്തിന് വന്ന് അവിടെ ഇരിക്കുന്ന കണ്ടു. എന്താ രഹസ്യം എന്നറിയാമോ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, തോമാച്ച ഈ രോഗത്തിന്റെ പിന്നിൽ എന്താ രഹസ്യം? അദ്ദേഹം പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന ആരംഭ നാളിൽ വൈറ്റില ഫെയ്ത്തോമിൽ കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടച്ചായ, ഒരു വികൃത രൂപം, അതിന്റെ ശരീരമെല്ലാം മത്സ്യത്തിന്റെ ചെതുമ്പൽ പോലെ ഇരിക്കുന്നു. പക്ഷിയാണോ മത്സ്യമാണോ എന്നറിയാത്തൊരു വികൃത രൂപം ഭയങ്കര ദുർഗന്ധത്തോടെ എന്റെ അടുക്കൽ വന്നു. അതിന്റെ കയ്യിൽ ഒരു വികൃത രൂപം, കക്ക പൊളിച്ചെടുത്ത പോലെ ഒരു പാത്രമുണ്ട്, അതിൽ ഇരുണ്ട വെള്ളമാണ്. അതെടുത്ത് എന്റെ നെഞ്ചിന്റെ നേരെ ഒഴിച്ചു. പെട്ടെന്ന് എനിക്കൊരു ഭയമുണ്ടായി. ആ ഭയം എനിക്ക് ക്യാൻസർ വരുമോ എന്നുള്ള ഭയമായിരുന്നു. ആ ഭയം കൊണ്ട് ഞാൻ വർഷങ്ങൾ ജീവിച്ചു. ഒടുവിൽ ഞാൻ അടിമപ്പെട്ടു. പ്രിയ ദൈവ വൈദ്യലേ, രോഗം സാത്താന്റെ നുകമാണ്. അവൻ നിന്റെ വ്യാധികളെ ചുമന്നു, നിന്റെ വേദനകളെ വഹിച്ചു. അവന്റെ അടിപ്പിണരുകൊണ്ട് നിനക്ക് സൗഖ്യം വരും. വിശ്വസിക്കുന്ന ശക്തിയോടെ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആകയാൽ ഈ നുകം ഇന്ന് രാത്രി പൊട്ടി ഒഴിഞ്ഞ് നാം ദൈവസന്നിധി വിട്ടുപോകാവൂ. ഞാൻ പറഞ്ഞല്ലോ, രോഗം ഒരു നുകമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വരുമ്പോൾ, ശബത്ത് ദിവസം സൗഖ്യം നൽകിയ ഒരു സ്ത്രീയെ ചൊല്ലി യഹൂദന്മാരും യേശുവും തമ്മിൽ തർക്കിക്കുമ്പോൾ യേശു പറയുകയാണ്, 18 വർഷമായി സാത്താൻ ബന്ധിച്ച ഈ അബ്രഹാമിന്റെ മകളുടെ കെട്ടി ഞാൻ അഴിച്ചുവിട്ടതാണോ നിങ്ങൾ എന്റെ നേരെ കണ്ട കുറ്റം? 18 വർഷം അവൾ രോഗിയാണ്. പക്ഷെ യേശു പറയുന്നത് രോഗമല്ല, പിശാച് അവളെ കെട്ടിയതാണ്. ഇന്ന് രാത്രി നീ രോഗിയാണോ? ഡോക്ടർക്കോ വൈദ്യനോ നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയുകയില്ല എന്ന് നിന്നോട് പറയുന്നുവോ? അതിന്റെ പിന്നിൽ ഒരു അന്ധകാരത്തിന്റെ ശക്തിയുണ്ട്. എന്താണ് പ്രവാചകനായ നഹൂം പറഞ്ഞത്? ഞാൻ നിന്റെ കെട്ടഴിച്ച് നിന്റെ നുകക്കയറുകളെ തകർത്ത് നിന്നെ ഞാൻ സ്വതന്ത്രനാക്കും. യേശു നമ്മെ സ്വതന്ത്രരാക്കിയാൽ നാം സാക്ഷാൽ സ്വതന്ത്രരാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ ദൈവവചനം ഏറ്റുപറയാം. ആ പാളയത്തിൽ ഒരു ശബ്ദമുണ്ട്, യഹോവയുടെ പക്ഷത്താരുണ്ട്, അവർ വാളെടുക്കട്ടെ. നിങ്ങൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഈ നീതിയുടെ മാർഗത്തിൽ വരുമ്പോൾ, 1, നിന്റെ കാല് പാറമേൽ നിർത്തി. 2, നിന്റെ ഗമനത്തെ സ്ഥിരപ്പെടുത്തി. 3, നിന്റെ വായിൽ അവനൊരു പുതിയ പാട്ട് തന്നു. അടുത്തതായി പറയുന്നു, മുല കുടിക്കുന്നവരുടെയും ശിശുക്കളുടെയും വായിൽ നീ ബലം നിയമിച്ചു. പെന്തിക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരുടെ ആദരത്തിൽ അഗ്നിജ്വാലയ്ക്കൊത്ത നാവ് കൊടുത്തു. അവന്റെ ഭക്തന്മാരുടെ നാവ് അവൻ മൂർച്ചയുള്ള വാളാക്കി തീർത്തു. ഇന്ന് രാത്രി പാളയത്തിലേക്ക് നമുക്ക് ഇറങ്ങി വരാം. മോശയോടുകൂടെ നമുക്ക് ചേരാം. ഞാൻ യേശുവിന്റെ പക്ഷത്തുള്ളവനെന്ന് നീ ഏറ്റു പറയാമോ? ഈ നാൾ വരെ നിന്റെ സഹോദര വർഗത്തിന്, നിന്റെ ചാർച്ചക്കാർക്ക്, നിന്റെ കുടുംബത്തിന് നീ ഒരു ശാപയോഗ്യനാണെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ഈ ദിനം തുടങ്ങി നീ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിന്നെ കൂടാതെ ഇസ്രായേലിനൊരു യോഗമില്ല. 11 ഗോത്രങ്ങൾക്കും യോഗം കൂടണമെങ്കിൽ, 11 ഗോത്രങ്ങൾക്കും യാഗം അർപ്പിക്കണമെങ്കിൽ, 11 ഗോത്രങ്ങൾക്കും വീണ്ടെടുപ്പ് കൽപ്പിക്കപ്പെടണമെങ്കിൽ ഈ ശാപയോഗ്യനായ ലേവി വേണം. പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടച്ചാട്ട് കർത്താവിന്റെ സന്നിധിയോട് നമുക്ക് എല്ലാവർക്കും അടുത്ത് വരാം. കഴിയുന്നിടത്തോളം എല്ലാവരും അല്പസമയം മുഴങ്കാൽ
മേലിരുന്നാട്ട് എല്ലാവരും പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. നീ ഏതു നുഖത്തിന് അടിമപ്പെട്ടാണ് ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിലിരിക്കുന്നത്? പാപനുഖം ചുമന്ന് രാത്രിയുടെ യാമങ്ങൾ നിന്റെ പ്രാണനെ പിശാച് ആക്രമിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി രക്ഷകന്റെ ക്രൂശിനെ നോക്കുവേ. നമുക്ക് വേണ്ടി ഛേദിക്കപ്പെട്ട യേശുവിനെ നോക്കുവേ. അവന്റെ രക്തം നമ്മുടെ പാപക്കറകളെ കഴുകട്ടെ. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദയവായി ദൈവമക്കളാരും മൗനമായി ഇവിടെ ആയിരിക്കരുത്. ദൈവം നിന്റെ വായിൽ മൂർച്ചയുള്ള വാള് തന്നിട്ടുണ്ട്. നീ ഈ നുഖത്തിൽ ഏതെങ്കിലും ഒന്നിന് അടിമപ്പെട്ടാണ് ഇന്ന് രാത്രി പന്തന്റെ ഉള്ളിലിരിക്കുന്നത്. ഒരുപക്ഷെ നീ ആ പാപശക്തിക്ക് അടിമപ്പെട്ടായിരിക്കാം. കർത്താവിന്റെ പാപം ക്ഷമിക്കുമോ എന്നൊരു വലിയ ചിന്ത നിന്നെ വേട്ടയാടുന്നുണ്ട്. നീ അവന്റെ കരുണയിൽ ആശ്രയിപ്പേ, അവന്റെ മഹാകരുണയിൽ ആശ്രയിപ്പേ. അവൻ നിന്റെ പാപക്കറകളെ കഴുകട്ടെ. ഇന്ന് രാത്രി നീ അന്ധകാര നുഖത്തിന് അടിമപ്പെട്ട് ഭയത്തിന് നീ അടിമയായിരിക്കുന്നുവോ? നിരാശയ്ക്ക് നീ അടിമയായിരിക്കുന്നുവോ? സംശയ വിചാരങ്ങൾക്ക് നീ അടിമയായിരിക്കുന്നുവോ? നിന്റെ വിദ്യാഭ്യാസം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നീ നിരാശപ്പെട്ടു പോകുന്നുവോ? ഭാവിയെ ഓർത്ത് നീ ഭയപ്പെടുന്നുവോ? രോഗത്തെ ഓർത്ത് നീ ഭയപ്പെടുന്നുവോ? നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നീ ഭയപ്പെടുന്നുവോ? ഇന്ന് രാത്രി സാത്താനെ ശാസിക്കുവാൻ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. നീ യാദൃശ്യമായി ഇന്ന് രാത്രി പന്തലിന്റെ ഉള്ളിൽ വന്നതല്ല. എല്ലാ ദൈവമക്കളും കരങ്ങൾ പരസ്പരം ചേർത്തൊന്ന് പിടിച്ചാട്ട്, സഹോദരിമാർ പരസ്പരം, ശുശ്രൂഷകർ പരസ്പരം കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ചാട്ട്. ഞങ്ങൾ അത്ഭുത രോഗശാന്തി വരപ്രാപ്തന്മാരൊന്നുമല്ല. ഞങ്ങൾക്ക് വെള്ളിയും പൊന്നുമില്ല. ഞങ്ങൾക്കൊന്നുണ്ട്. അത് നസ്രേനായ യേശുവിന്റെ നാമമാണ്. ആ നാമത്തിന്റെ മുൻപിൽ എല്ലാ മുഴങ്കാലും വീഴും. ആ നാമത്തിന്റെ മുമ്പിൽ സാത്താന്റെ കെട്ടഴിയും. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നൊന്നായി നീ ഏറ്റു പറഞ്ഞാട്ട്. നീ ഇപ്പോൾ ഏതു നുഖത്തിനാണ് അടിമപ്പെട്ടിരിക്കുന്നത്? ഏതു നുഖത്തിനാണ് നീ അടിമപ്പെട്ടത്? രോഗമോ? കർത്താവ് നിന്നെ സൗഖ്യമാക്കും. ഭയമോ? കർത്താവ് നിന്നെ വിടുവിക്കും. അന്ധകാര ശക്തിയോ? കർത്താവ് നിന്നെ അതിൽ നിന്ന് ഒഴിവാക്കും. ശാപത്തിന് അടിമപ്പെട്ടാണോ നീ ദൈവസേനയിലായിരിക്കുന്നത്? ഇന്ന് രാത്രി പാളയത്തിൽ ഒരു ശബ്ദമുണ്ട്. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ഇന്ന് രാത്രി നീ ഏറ്റുപറയുവേ, ഞാൻ യഹോവയുടെ പക്ഷത്തുള്ളവനാണ്. മൂർച്ചയുള്ള വചനം എന്ന വാളെടുക്കുവേ, സാത്താനെ വെട്ടുവേ. ഇന്ന് നീ കണ്ട ശത്രുവിന് ഇനി നീ ഒരു നാളും കാണുകയില്ല. ഇന്ന് നീ കണ്ട ദുഷ്ടനെ നീ ഒരു നാളും കാണുകയില്ല. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് നിന്റെ നന്മയ്ക്കെതിരെ ജാതികളുടെ മുഖം നിൽക്കുന്നുവോ? സാത്താനെ ശാസിക്കുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാട്ട് ഇന്ന് രാത്രി ഈ കോമ്പൗണ്ടിൽ ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ പോകുകയാണ്. എല്ലാ രോഗികളെയും സൗഖ്യമാക്കും. സാത്താന്റെ ബന്ധന വഴിയോ പിശാചിന്റെ കെട്ടുകൾ തകരും യേശുവിന്റെ നാമത്തില്. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കും. അങ്ങനെ തന്നെ, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട
കുഞ്ഞാടിന്റെ നിലത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ, നീ ആദരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ശത്രുഗണം വീണുപോകും. നീ ദൈവവചനമെന്ന വാളെടുക്കുമ്പോൾ പാളയത്തിലെ ദുഷ്ടൻ നിന്റെ മുമ്പിൽ തകർന്നു വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിൽ, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിൽ, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. ഹല്ലേലൂയ. നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, രാജരാജൻ സൈന്യത്തിന്റെ നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. 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 ജയം ജയം നിശ്ചയം. അമരബല കരബല കതുരബല കത് ഓരിബല കതിരബല കതുരബല കരബല ബല ശിവലബല കരകതിരബല കത് ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ വിശ്വാസത്തോടെ പാടുവിൻ. എതിർപ്പുകൾ വലിക്കയില്ലേ നിന്നെ, വൈരിയുടെ എതിർപ്പുകൾ വലിക്കയില്ലേ നിന്നെ. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ വലിക്കയില്ലേ വിശ്വാസത്തോടെ നീ പാടുവിൻ. എതിർപ്പുകൾ ഈ ഒരു സാധാരണ മനുഷ്യനല്ലോ, ഈ ഒരു യോദ്ധാവാണ്, ഈ ഒരു പരാക്രമശാലിയാണ്. നീ എന്നെനിക്ക് ബലപ്പെടുവിൻ. ശത്രുവിനെ ജയിക്കത്തില്ല. ഉടബല ബല കരബല കത് ഉടബല കരബല